പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ കള്ളപ്പണത്തിന്റെ എന്നു കേട്ടാൽ ചാടി വീഴുന്ന ഒരു അന്വേഷണ ഏജൻസി ഉണ്ട് നമ്മുടെ രാജ്യത്ത്. നീതിപീഠങ്ങൾ പലതവണ തലങ്ങും വിലങ്ങും തല്ലിപ്പടിപ്പിച്ച് നേരെയാക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ നന്നാവില്ലമ്മാവ എന്ന മട്ടിൽ തല തിരിഞ്ഞു കറങ്ങുന്ന ഒരു സംവിധാനം. സ്വയം ഇങ്ങനെ അത് കറങ്ങുന്നുവെന്ന് നമുക്ക് തോന്നുമെങ്കിലും അച്ചുതണ്ട് ഉറപ്പിച്ചിരിക്കുന്നത് അങ്ങ് BJP നേതൃത്വത്തിന്റെ തലച്ചോറിനുള്ളിലാകുമ്പോൾ നീതിയുടെയോ യുക്തിയുടെയോ കണിക പോലും പ്രതീക്ഷിക്കേണ്ടതുമില്ല. നാടാകെ ഉഴുതുമറിച്ച ഒരു പറ്റം മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച CPIM എന്നൊരു സംവിധാനത്തെ ആകെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് കരുതി മെനഞ്ഞൊരു കരുവന്നൂർ തിരക്കഥ ഹൈക്കോടതി ചുരുട്ടിക്കൂട്ടി മൂലക്കെറിഞ്ഞിട്ടുണ്ട്. ED അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച CPIM നേതാവ് PR അരവിന്ദാക്ഷനും CK ജിൽസനും കുറ്റം ചെയ്തുവെന്ന് കരുതാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ജാമ്യം അനുവദിക്കുമ്പോൾ പിന്നെ എന്ത് മലമറച്ച അന്വേഷണമാണ് ED നടത്തിയതെന്ന സാമാന്യ യുക്തിയിൽ ഉയരുന്ന ചോദ്യം. പക്ഷേ ഈ വാസ്തവാനന്തര കാലത്ത് യുക്തികൾക്കൊക്കെ എന്ത് TRP മൂല്യം? അരവിന്ദാക്ഷനിലൂടെ MK കണ്ണൻ, MK കണ്ണനിലൂടെ AC മൊയ്തീൻ, AC മൊയ്തീനിലൂടെ കഴിയുമെങ്കിൽ പിണറായി വിജയൻ തന്നെ. അങ്ങനെ ED എന്ന ഐശ്വര്യത്തിന്റെ സൈറണിങ്ങിനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ 30 പേജ് നീണ്ടൊരു ജാമ്യ ഉത്തരവിലൂടെ അരവിന്ദാക്ഷൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് ഹൈക്കോടതി പറയുന്നത് എന്തൊരു കഷ്ടമാണ്. കള്ളപ്പണമുണ്ടെന്ന് സംസ്ഥാന ഏജൻസികൾ കണ്ടെത്തി EDയുടെ വരവും കാത്തിരിക്കുന്ന ഒരു കൊടകര കേസിൽ പക്ഷേ ഉപഗുപ്തനെ കാത്തിരുന്ന വാസവദത്തയുടെ അവസ്ഥയാണ്. കരുവന്നൂരിൽ ഇല്ലാത്ത കരിമ്പൂച്ചയെ ഇരുട്ടിൽ തപ്പിയ ED കൊടകരയിലെ വമ്പൻ സ്രാവുകളെ കാണാത്തത് എന്തുകൊണ്ടാണ്? ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ചേരുന്നത് അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM നിന്നും, മിഥുൻ വിജയകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം മിഥുൻ വിജയകുമാറിലേക്ക്. മിഥുൻ, സാധാരണഗതിയിൽ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടക്കാതെയാണ് ജാമ്യ ഉത്തരവുകളിൽ കോടതികൾ വിധി പറയാറുള്ളത്. പക്ഷേ ഇവിടെ കരുവന്നൂർ കേസിൽ മെറിറ്റിലേക്ക് കടന്നു എന്നുള്ളത് മാത്രമല്ല, ഇതുവരെ മുന്നിൽ വന്ന ഫാക്റ്റുകളൊക്കെയും വിലയിരുത്തിയിട്ടാണ് അരവിന്ദാക്ഷനും ജിൽസും കുറ്റം ചെയ്തുവെന്ന് കരുതാനാകില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി ഈ ജാമ്യ ഉത്തരവിന്റെ ഭാഗമായി ഹൈക്കോടതി പറയുകയും ചെയ്യുന്നത്. നോക്കൂ, പ്രതിപക്ഷത്തെ ഓരോ നേതാക്കളെയും തെരഞ്ഞു പിടിച്ച് ഈ തരത്തിൽ ആക്രമിക്കുന്ന EDക്ക് നേതൃത്വം നൽകുന്ന BJPക്കും കനത്ത പ്രഹരമല്ലേ ഹൈക്കോടതി നൽകുന്നത്? അതൊരു കനത്ത പ്രഹരം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കാനുള്ള സമയമായോ എന്ന് എനിക്ക് അറിയില്ല. കാരണം അവർക്ക് കിട്ടിയത് ജാമ്യം മാത്രമാണ്. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ജാമ്യം കിട്ടിയ ആളുകൾ എന്താ പറയാ കുറ്റവിമുക്തരാണ് എന്ന ഒരു നിയമമൊന്നും നമ്മുടെ രാജ്യത്തില്ല. അവർക്ക് ബെയിൽ ലഭിച്ചു എന്നൊരു കാര്യം മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. മിഥുൻ, സാധാരണഗതിയിൽ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജാമ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ്. കേസ് അത് അവസാനിപ്പിച്ചുവെന്നോ അല്ലെങ്കിൽ അവർ കുറ്റവിമുക്തരാക്കിയെന്നോ ഉള്ള പെൻഷൻ നഷ്ടപ്പെട്ടത് അവരെയൊക്കെ മറന്നുകൊണ്ടാണ് താങ്കൾ ഈ എന്താ പറയാ ഈ ആഘോഷത്തിന്റെ അല്ല മിഥുൻ, അതിൽ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത് മിഥുൻ. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക, അത് കോടതിയിലേക്ക് വരിക, ഈ പ്രോസസ് ഒക്കെ ഇതിന്റെ ഒരു ഭാഗമായി സാധാരണഗതിയിൽ നടക്കുന്നത് തന്നെയാണ്. അങ്ങനെ ജാമ്യം ലഭിക്കാറുമുണ്ട്. എല്ലാ കേസുകളിലും നമ്മളത് കണ്ടിട്ടുമുണ്ട്. പക്ഷേ അവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് മിഥുൻ, എന്തുകൊണ്ട് ഇതൊരു പ്രത്യേക സാഹചര്യമാകുന്നു? സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ജാമ്യ ഉത്തരവിൽ തന്നെ ഹൈക്കോടതി കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുകയാണ്. ഇതുവരെ വന്ന എല്ലാ വാദങ്ങളും എല്ലാ ഫാക്റ്റുകളും കോടതി പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ച് കോടതിയുടെ നിരീക്ഷണമായി ജാമ്യ ഉത്തരവിൽ എഴുതി ചേർക്കുന്നത് അരവിന്ദാക്ഷനും ജിൽസിനുമെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റമുണ്ടെന്ന് കരുതാനാകുക വയ്യ, ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് അവർക്കുണ്ടെന്ന് കരുതാനാകുക വയ്യ എന്ന് കോടതി പറയുമ്പോൾ അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണോ? കോടതി പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് കാറ്റഗറിക്കലി പറയുകയാണെങ്കിൽ കോടതിയോടെ പറഞ്ഞത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവരുമായി ഈ ഒരു വിഷയത്തിൽ ഇവരുടെ പോർഷൻ എന്താണോ അതിനൊരു അവസാനം വന്നിരിക്കുന്നു, ഇനി അവരെ പിടിച്ചു നിർത്തുന്നതിൽ അർത്ഥമില്ല എന്ന രീതിയിലാണ് കോടതി അവിടെ പറഞ്ഞത്. എന്ന് കരുതിയ കേസ് അവസാനിച്ചു എന്നല്ല. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ ഇനി ഉടനെ ഒന്നും ആരംഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇവരെ എന്താ പറയുക റിമൈൻഡിൽ വെക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല എന്ന രീതിയിലാണ് കോടതി അവിടെ പരാമർശിച്ചത്. മാത്രമല്ല, കോടതി അവരുടെ റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 അത് കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇവരെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണം കഴിയണം, അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം കഴിഞ്ഞ് ഇതിന്റെ ട്രയൽ ആരംഭിക്കും വരെ ഇവരെ ജയിലിൽ പിടിച്ചു വെക്കുന്നതിൽ അല്ലെ റിമൈൻഡിൽ വെക്കുന്നതിൽ അർത്ഥമില്ല എന്ന രീതിയിലാണ് കോടതി പരാമർശിച്ചത്. അല്ലാതെ ഇവര് കുറ്റവിമുക്തരാണ് എന്ന രീതിയിലല്ല.
മാത്രമല്ല നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ ഇനിയും ചോദ്യം ചെയ്യാൻ മാത്രം സ്കോപ്പ് ഇല്ല എന്ന രീതിയിലാണ് കോടതി പറഞ്ഞത്. ശരി അല്ലാതെ മിഥുൻ, നോക്കൂ, ഇവർ അങ്ങനെയെങ്കിൽ നമുക്ക് കുറ്റവിമുക്തരാണ്, ആ പോയിന്റിൽ അതിന്റെ തന്നെ ചർച്ച മെറിറ്റിലേക്ക് ചെയ്യാം. അതിൽ കടന്നു, തന്നെ അല്ല മിഥുൻ വിജയകുമാർ പറഞ്ഞതുപോലെ ഒരു അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അനന്തമായി ഇത്തരം കേസുകളിലെ വാദങ്ങളും പ്രൊസീജിയറുകളും നീട്ടുന്ന നടപടി, അതിന്റെ കൂടി വിമർശനമാണ്. അതിലേക്ക് നമുക്ക് പ്രത്യേകം വരാം. സാധാരണഗതിയിൽ ഇഡിയുടെ ഒരു നടപടിയാണത് പ്രതിപക്ഷ നേതാക്കൾ ഇരയാകുമ്പോൾ. ഇനി രണ്ടാമത്തെ ഈ ഭാഗം ചാടി മിഥുൻ വന്ന പറഞ്ഞതുപോലെ, കേസെടുത്താണോ? ഒരു മിനിറ്റ് മിഥുൻ പറഞ്ഞതുപോലെ ഈ CPIM നേതൃത്വത്തെയും CPIM നേതാക്കളെയും ഒക്കെ ഈ കരിവന്നൂർ കേസുമായി ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ CPIM കരിവന്നൂരുമായി ബന്ധപ്പെടുത്തി ഒരു പുകമറയിൽ നിർത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നല്ലോ അരവിന്ദാക്ഷൻ. ഇതുവരെ അതിനെ ആ നിലയിലായിരുന്നു വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അരവിന്ദാക്ഷനെതിരെ ഈ നിലയിൽ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് കരുതാനാകുക വയ്യ എന്ന് കോടതി പറയുമ്പോൾ അരവിന്ദാക്ഷനിലൂടെ ലക്ഷ്യമിട്ടത് എന്താണോ അതിനു കൂടി ബ്രേക്ക് ആകുന്നുണ്ട്. നോക്കൂ, ഈ വിഷയത്തില് ആരാണ് ആദ്യമായിട്ട് ഇതിൽ കേസ് കൊടുക്കുന്നത്? CPM അംഗങ്ങളല്ലേ? ഇവിടെ വനിതാ ബോർഡ് അംഗങ്ങളായ അമ്പിളി മഹേഷ് അല്ലെ അങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ കേസ് കൊടുക്കുന്നത്. അവർ പറയുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിടിപ്പിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യമുണ്ട്. പിന്നെ ഇതിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള എന്താ പറയാ ലളിതൻ, സുഗതൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? ഞങ്ങളെ പാർട്ടി പറ്റിച്ചു എന്ന് വരെ അവർ പറഞ്ഞിട്ടാണ് ഈ കേസിന്റെ ആരംഭം. ഇതിന്റെ ആരംഭഘട്ടത്തിലേക്ക് താങ്കൾ പോവുകയാണെങ്കിൽ ഇതിൽ CPM അംഗങ്ങൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇതിൽ CPM-നെ എന്താ പറയാ കരിവാരി തെച്ചിട്ടുള്ളത്. ഇവിടെ എവിടെയാ BJP-യോ അല്ലെങ്കിൽ ED-യോ നേരിട്ട് വന്നങ്ങ് കേസെടുക്കുകയായിരുന്നോ? അപ്പം ഇങ്ങനെയുള്ള വിഷയം ഉണ്ടായി കഴിയുമ്പം ED വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, അവിടെ ഒരു BJP ആംഗിളിൽ ഇതിനെ മൊത്തം മാറ്റിമറിക്കാനുള്ള ഈ പ്രവണത അതാദ്യം മാറ്റുക. കാരണം ഈ കേസിന്റെ തുടക്കം മുതൽക്ക് ഇതിൽ CPM അംഗങ്ങൾ ഈ എന്താ പറയാ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള CPM ചായ്വുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ ഈ കേസ് മുന്നോട്ട് പോയത്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത് ED എന്താ പറയുക CPM-നെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി മാത്രം ഒരുക്കുന്ന ഒരു നാടകമായി മാറ്റുന്നത് മിഥുൻ നോക്കൂ, താങ്കൾ? അങ്ങനെയെങ്കിൽ മിഥുൻ മാത്രമല്ല ഈ താങ്കളുടെ പറഞ്ഞ ഈ ഇൻട്രഡക്ഷനിൽ തരത്തിൽ തന്നെ സ്വഭാവമുള്ള എല്ലാ കേസുകളിലും ED വരണം. കൊടകരയിൽ അത് ഉണ്ടായിട്ടുമില്ല. കൊടകര പ്രത്യേകം പരിഗണിക്കേണ്ടതായതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഞാൻ കൊടകരയിലേക്ക് നേരിട്ട് പോകുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം ഓരോ മിഥുൻ കേസിനും പറഞ്ഞതുപോലെ നോക്കൂ, ഓരോ ശരിയാണ്, സ്വഭാവമാണ് സിതാ. ഇത് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തൊരു കേസാണ്. പോലീസ് അന്വേഷിച്ചു, അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, അവിടെ EDയുടെ ഇടപെടൽ വരുന്നു. അപ്പോൾ CPIM നേതാക്കളോ അല്ലെങ്കിൽ CPIM അനുഭാവികളോ ഇതിൽ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ CPM-ലേക്കായിരുന്നല്ലോ കുന്തമുന നീണ്ടിരുന്നത്. ആ കുന്തമുനയുടെ അറ്റത്ത് കോർത്തിരുന്നത് അരവിന്ദാക്ഷനെ ആയിരുന്നു. ആ അരവിന്ദാക്ഷൻ വഴി CPIM-നെ കുത്തുക, ആ അരവിന്ദാക്ഷൻ ഒന്നും ചെയ്തു എന്ന് കരുതാനാകില്ല എന്ന് കോടതി പറയുമ്പോൾ പിന്നെ എന്താണ് ഈ കേസിന്റെ തന്നെ ഭാവി? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണങ്ങൾ എന്താണ്? ഇതേ അരവിന്ദാക്ഷന് ജാമ്യം കൊടുക്കരുത്, കേസിലെ പ്രധാന കണ്ണിയാണ് എന്നുള്ളതായിരുന്നല്ലോ EDയുടെ വാദം. ആ വാദത്തെ തന്നെ കോടതി ചുരുട്ടിക്കൂട്ടി എറിയുകയാണ്. അങ്ങനെ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞിട്ടൊന്നുമില്ല. ഇതിന്റെ അന്വേഷണം ഊർജ്ജപ്പെടുത്തണം അല്ലെങ്കിൽ പെട്ടെന്ന് അന്വേഷിക്കണം എന്ന രീതിയിലും കൂടെ കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡിലേ ആണ് കോടതി അവിടെ എന്താ പറയുക വിമർശിച്ചിട്ടുള്ളത്. ഈ ഒരു കേസിന്റെ പ്രോഗ്രസ്സിൽ ഡിലേ വരുന്നു എന്ന കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ ഇവരെ വെറുതെ വിട്ടു അല്ലെങ്കിൽ അരവിന്ദാക്ഷന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അരവിന്ദാക്ഷൻ കുറ്റവിമുക്തനാണ് എന്ന രീതിയിലൊക്കെ പ്രവചിക്കാനായോ വാസിത? താങ്കൾ എന്താ പറയാ ഇത്രയൊക്കെ ചർച്ചകൾ നടത്തുന്ന ആളല്ലേ? ഏറ്റവും ചുരുങ്ങിയത് നിയമത്തിൽ ഒരു ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ കുറ്റവിമുക്തരാണ് എന്ന രീതിയിലൊക്കെയാണോ അങ്ങനെ ഒരിക്കലുമില്ല എന്താ പറയാ മിഥുൻ, ഞാനത് പരാമർശിക്കാൻ പറഞ്ഞല്ലോ, പറ്റുമോ? സാധാരണഗതിയിൽ മാത്രമല്ല ജാമ്യം ലഭിക്കുമ്പോൾ മാത്രമല്ല കുറ്റവിമുക്തനാണ് എന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല. പക്ഷേ ഇത് പ്രത്യേക അല്ല അങ്ങനെയല്ല, സാഹചര്യമാകുന്നത് അങ്ങനെ കുറ്റം ഇതിലെ ചെയ്തു, ഒരു പ്രതി ഈ പ്രതിയാക്കപ്പെട്ട ആൾ കുറ്റം ചെയ്തുവെന്ന് കണ്ടെത്താനായില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണമേ ഇല്ല എന്ന് കേസ് പരിഗണിച്ച കോടതി തന്നെ പറയുമ്പോൾ പിന്നെ അതിന്റെ മേലിൽ നമ്മളൊക്കെ എന്ത് വിധി വിധിക്കാനാണ്? അല്ല ഇതിലെ കഴിഞ്ഞ വർഷം സുപ്രീം കോടതി സതീഷ് എന്നൊരു പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നല്ലോ. അന്നെന്തേ ചർച്ച വെച്ചിട്ട് പറഞ്ഞത് അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന്? അന്നത് എന്താ പറയുക അന്വേഷണം നടക്കുകയാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തേക്ക് വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്നായിരുന്നല്ലോ ചർച്ച. സതീഷിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല CPM എല്ലാം കള്ളന്മാരാണെന്നും അല്ലെങ്കിൽ CPM-ന്റെ അംഗങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നും ഈ പറയുന്ന പോലെ CPM-ലെ ആളുകൾക്ക് ബന്ധമുണ്ടെന്നും എന്ന രീതിയിൽ എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? ഇന്ന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ അവരെ വെറുതെ വിട്ടു എന്ന രീതിയിലാണ് ചർച്ച താങ്കൾ മുന്നോട്ട് ശരി കൊണ്ടുപോകുന്നത്. ശരി, അപ്പം അന്നൊന്നും ഈ ഈ കേസിൽ കേസിന്റെ പരിഗണിച്ച അന്വേഷണം കോടതികളൊന്നും ഈ കേസിന്റെ കേസിൽ അന്വേഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിയാക്കപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട മറ്റു കണ്ണികളൊക്കെ ഈ കേസിൽ ഉണ്ട് എന്ന് ജാമ്യ ഹർജികളിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല, ഉത്തരവിൽ എഴുതി വെച്ചിട്ടുമില്ല. ഇവിടെ അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വ്യത്യാസം. ഞാൻ മടങ്ങി വരാം മിഥുൻ, സതീഷിന്റെ ജാമ്യാപേക്ഷ ഞാൻ സുപ്രീം മടങ്ങി കോടതി വരാം മിഥുൻ. തള്ളിയത് മറ്റുള്ളവരെ കൂടി ഞാൻ ചർച്ചയിലേക്ക് കൊണ്ടുവരട്ടെ. ശ്രീ അനിൽകുമാർ, കരിവന്നൂരിൽ ലക്ഷ്യം വെച്ചത് അരവിന്ദാക്ഷനിലൂടെ CPIM-നെ ആയിരുന്നു എന്നുള്ളത് ഏറെക്കുറെ വെളിവാകുന്നുണ്ട്. അരവിന്ദാക്ഷന് ജാമ്യം ലഭിക്കുന്ന ഉത്തരവിൽ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ എന്ന് കാണുന്നുണ്ടോ താങ്കൾ? ഒപ്പം തന്നെ നോക്കൂ, മിഥുനെ പോലുള്ള ആളുകൾ പറയുന്നത് പ്രകാരം അങ്ങനെ ഒരു ജാമ്യം ലഭിച്ചത് കൊണ്ട് മാത്രം ഈ നിലയിൽ CPM ഇത്ര നാൾ ഉയർത്തിയ രാഷ്ട്രീയ പ്രതിരോധങ്ങളൊക്കെ ശരിവെക്കുന്നു എന്നെങ്ങനെ വ്യാഖ്യാനിക്കാനാകും? കരിവന്നൂരുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കെട്ടുകഥകളാണ് BJP നേതൃത്വം
ഇവിടെ പ്രചരിപ്പിച്ചത്? പ്രധാനമന്ത്രി സരസുവിനെ വിളിക്കുന്നു. എന്നിട്ട് സരസു ഉറപ്പ് കൊടുക്കുകയാണ്, കരുവന്നൂരിലെ ആളുകൾക്കെല്ലാം ED പൈസ തിരിച്ചു കൊടുക്കും. സരസുവിൻ്റെ പ്രസംഗം, സുരേഷ് ഗോപിയുടെ ജാഥ, നാടകം, കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാർച്ച്, അവസാനം എന്തായി? പവനായി, ശവമായി. ഇതിൻ്റെ കൂടെ BJPക്കാർക്ക് ശിങ്കിടി അടിച്ചുകൊണ്ടൊരു പാർട്ടിക്കാരുണ്ട്, കോൺഗ്രസ്സുകാർ. ആ അനിലക്കരയെ പോലുള്ള കുറേ ആളുകൾ EDക്കും BJPക്കും കഞ്ഞി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ. പിന്നെ ഇവരെന്തെങ്കിലും ഒരു സാധനം വെളിയിലേക്ക് കൊടുത്താൽ ഉടനെ മാധ്യമങ്ങൾ പിറ്റേ ദിവസം അച്ചടിച്ചു വിടുക, ബ്രേക്ക് ചെയ്യുക, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പരിഹാസം പറയുക, കളവ് പറയുക. കരുവന്നൂരെ പണം അടിച്ചുകൊണ്ടുപോയി മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് കരുവന്നൂർ എന്ന് പറയുന്നത് CPMനെ അതിൻ്റെ മേലെ കളങ്കം ചാർത്താനുള്ളൊരു പദമായി ഉപയോഗിക്കുക. ഇതായിരുന്നു ഇവിടെ നടന്നത്. അതിനെന്തോ ഒരു സാധ്യത കൊടുക്കാനാണ് ഈ കരുവന്നൂരുമായി ഒരു ബന്ധമില്ലാത്ത തൃശ്ശൂർ ബാങ്കിലേക്ക്, അവിടെ MK കണ്ണൻ അതിൻ്റെ അധ്യക്ഷനാണ്, അവിടെ കേരള ബാങ്കിൻ്റെ വൈസ് ചെയർമാൻ കൂടിയാണ്, അതുവഴി തൃശ്ശൂർ ബാങ്ക് വഴി കേരള ബാങ്ക്. അപ്പോൾ കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളെല്ലാം CPM കരുവന്നൂർ മാതൃകയിൽ വിഴുങ്ങുന്നു. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? കേരളത്തിലെ സഹകരണ മേഖലയിലെ കാശും കൊണ്ട് ആളുകളെല്ലാം രക്ഷപ്പെടണം. ഇനി സഹകരണ ബാങ്കിൽ പൈസ ഇട്ടാൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, കരുവന്നൂർ പോലെയാകും, ഇത് തകർന്നു പോകും എന്ന പ്രചരണം നടത്തുക. ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ മാത്രമുള്ള യുദ്ധമല്ലായിരുന്നു. പിന്നെ കരുവന്നൂരിലെ കാശ് CPMൻ്റെ ജില്ലാ കമ്മിറ്റി കൊണ്ടിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കള്ളത്തരം. പാൻ നമ്പറിൽ ഒരു അക്കത്തിന് വ്യത്യാസം വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപ ഇലക്ഷന് തൊട്ടു മുമ്പ് അത് തടഞ്ഞു വെച്ചുകൊണ്ട് എന്തെല്ലാം തലക്കെട്ടുകൾ ഉണ്ടാക്കി. മാർക്സിസ്റ്റ് പാർട്ടിയെ അപമാനിച്ചു. CPMൻ്റെ ജില്ലാ സെക്രട്ടറിയെ 6 or 7 തവണയാണ് ED ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചത്. എന്താ നിങ്ങൾക്ക് കിട്ടിയത്? എന്താ EDക്ക് ഉണ്ടായിരുന്നത്? MK കണ്ണനെ, AC മൊയ്തീനാണെങ്കിൽ ലൈഫ് മിഷനിൽ കിട്ടിയ 1 കോടി രൂപ കൊണ്ട് കരുവന്നൂർ നിക്ഷേപിച്ചു എന്ന് വരെ അനിലക്കര എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ചാനൽ ചർച്ചയിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടതാണ്. ഞാൻ ഇരിക്കുന്ന ചർച്ചയിലാണ് പറഞ്ഞത്. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ വെക്കാത്ത കള്ളപ്രചരണങ്ങൾ, ഉയർത്താത്ത കള്ളപ്രചരണങ്ങൾ ഈ നാട്ടിലുണ്ടോ ഈ കഴിഞ്ഞ 1.5-2 കൊല്ലക്കാലത്തിനിടയ്ക്ക്? എന്നിട്ട് എന്തു പറ്റി? EDയുടെ പണി എന്തായിരുന്നു? ബാങ്കിനെ പൊളിക്കണം, കരുവന്നൂർ ബാങ്ക് പൊളിക്കണം. അതിനെന്ത് ചെയ്തു? ED ചെയ്തത് ആ ബാങ്കിനകത്ത് കൃത്യമായിട്ട് വായ്പ എടുത്ത് പണം അടച്ചു വന്നിരുന്ന മുഴുവൻ ആധാരങ്ങളും ED റെയ്ഡ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഒരാൾ ബാങ്കിൽ പണം അടച്ചിട്ടുണ്ടെങ്കിൽ ആ ആധാരം തിരിച്ചു കൊടുക്കാൻ വയ്യാതെ ആധാരത്തിൻ്റെ ഉടമകൾക്ക് ആധാരം തിരിച്ചു കിട്ടാൻ വേണ്ടി എത്ര തവണ യുദ്ധം ചെയ്യേണ്ടി വന്നു? മറന്നുപോയോ നമ്മൾ? പിന്നെ കരുവന്നൂരുമായി ബന്ധപ്പെട്ടല്ലേ AC മൊയ്തീൻ്റെ ഭാര്യയുടെയും ഒക്കെ പേരുള്ള സ്വത്ത് എത്രയാ? 18 കോടിയോ? എന്തായിരുന്നു പത്രവാർത്ത? AC മൊയ്തീൻ ഉൾപ്പെടെ 18 കോടി. സത്യം എന്താണ്? AC മൊയ്തീൻ്റെ ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ ആനുകൂല്യം 10-34 ലക്ഷം രൂപയുണ്ട്. ആ പൈസ നിയമാനുസരണം അക്കൗണ്ടിൽ വന്നതാണ്. അത് ജപ്തി ചെയ്തപ്പോൾ വലിയ കോലാഹലം ഫ്രണ്ട് പേജിൽ, മാധ്യമങ്ങളിൽ. അവസാനം ഹൈക്കോടതി തന്നെ അതെടുത്ത് ദൂരോട്ട് കളഞ്ഞു. ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ആ നടന്ന ഘട്ടത്തിൽ CPMോട് ഭരണത്തിലുമായിരുന്നു. ആ ക്രമക്കേട് നടത്തിയ ആളുകളുടെ പേരിൽ കേരളത്തിലെ പോലീസ്, ക്രൈം ബ്രാഞ്ച് കൃത്യമായിട്ട് കേസെടുത്തു. കേസെടുത്തത് കൊണ്ട് മാത്രമാണ് EDക്ക് അന്വേഷിക്കാൻ കഴിയുക. കേരള പോലീസ് കേസെടുത്തില്ലെങ്കിൽ, കേരള സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ ഒരു EDക്കും കേരളത്തിലെ ഒരു സഹകരണ ബാങ്കിലും അന്വേഷിക്കാനാവില്ല. അതുകൊണ്ട് കേരള പോലീസ് നിയമപരമായി പ്രവർത്തിച്ചതിനെ മൂടി വെച്ചുകൊണ്ട്, അതിനെ മറയാക്കിക്കൊണ്ടാണ് ED കരുവന്നൂർ ബാങ്കിലെത്തി ബാങ്കിനെ തകർക്കാനും കേരളത്തെ സഹകരണ മേഖലയെ തകർക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ തകർക്കാനും അതുവഴി തൃശ്ശൂരിൽ സുരേഷ് ഗോപി അടക്കമുള്ളവർക്ക് വിജയം നേടാനുമുള്ള ഒരു ദുഷ്ടലാക്ക്. അതിൽ പ്രധാനമന്ത്രി അടക്കം കൂട്ടുകക്ഷിയാണ്. അതുകൊണ്ട് ഈ ജാമ്യ ഉത്തരവിൻ്റെ പേരിൽ സുരേഷ് ഗോപി പണി നിർത്തുക നല്ലത്. സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞു പല ഘട്ടത്തിൽ. അത് മാതാവിൻ്റെ തലയിലെ കിരീടം മാത്രമല്ല, ഇപ്പോൾ ഇവിടെയും സുരേഷ് ഗോപിയുടെ ചെമ്പാണ് തെളിയുന്നത്. ഓരോ ദിവസവും സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ സഹയാത്രികൻ അദ്ദേഹം പറഞ്ഞു,
ഒരു ജാമ്യ ഉത്തരവിൽ ഇത്രയും സന്തോഷിക്കാനുണ്ടോ? സന്തോഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ ഒരു ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു 41 ലക്ഷം രൂപ ജപ്തി ചെയ്തായിരുന്നല്ലോ. അന്നേരം അരവിന്ദാക്ഷൻ പറഞ്ഞു, അതെൻ്റെ അമ്മയല്ല കേട്ടോ, അയലോക്കത്തെ വേറൊരാളുടെ അമ്മയുടെ പേരതാണ്, ഞങ്ങളുടെ സ്വത്തല്ല. എന്തായിരുന്നു മാധ്യമങ്ങൾ, എന്തായിരുന്നു EDയുടെ വാദം? അയ്യോ, ഇത് അരവിന്ദാക്ഷൻ്റെ തന്നെയാണ്. അവസാനം ആ കാശ് അരവിന്ദാക്ഷൻ്റെതാണോ അതോ മറ്റു വല്ലവരുടേതാണോ? ഈ അരവിന്ദാക്ഷനെ ജയിലിലടയ്ക്കാൻ വേണ്ടി വ്യാജ തെളിവുണ്ടാക്കിയില്ലേ ED? ഞാൻ കൃത്യമായിട്ടും ED ഇതുമായി ബന്ധപ്പെട്ട് വ്യാജ തെളിവുണ്ടാക്കിയെന്ന് ആരോപിക്കുന്നതിന് കാരണം എന്താണ്? വേറെ സത്യമായിട്ടൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനല്ല, അപ്പോൾ വ്യാജ തെളിവുണ്ടാക്കണം. CPMനെ കണക്ട് ചെയ്യാനുള്ള ഒരു പാലമായിരുന്നു അരവിന്ദാക്ഷൻ. അരവിന്ദാക്ഷൻ ഇപ്പോൾ ജാമ്യം കിട്ടുമ്പോൾ എന്താണ് സന്തോഷിക്കേണ്ടത്? അല്ലെങ്കിൽ BJPക്കാരും കോൺഗ്രസ്സുകാരും മാധ്യമങ്ങളും ദുഃഖിക്കേണ്ടത്? കാര്യം ഇത്രേ ഉള്ളൂ. ഒരു കള്ളപ്പണ കേസിനകത്ത് ജാമ്യം കിട്ടണമെങ്കിൽ കുറ്റം താൻ ചെയ്തിട്ടില്ല എന്ന് പ്രതി തെളിയിക്കണം. അല്ലെങ്കിൽ പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി വിശ്വസിക്കണം. അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ഹൈക്കോടതി വിശ്വസിക്കുന്നു അരവിന്ദാക്ഷൻ കുറ്റവും ചെയ്തിട്ടില്ല. അരവിന്ദാക്ഷൻ കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അരവിന്ദാക്ഷൻ കുറ്റം ചെയ്തു എന്നൊരു കൊല്ലമായിട്ട് തെളിവുണ്ടോ? സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ 1 കൊല്ലക്കാലം കർണാടകത്തിൽ ED പിടിച്ച് ജയിലിലിട്ടു. അവസാനം ഇത് കൈകാര്യം ചെയ്ത കർണാടകത്തിലെ ഹൈക്കോടതി പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ എന്തിനാണ് ജയിലിലിട്ടത്? എന്ത് കുറ്റം അദ്ദേഹം ചെയ്തത്? നിങ്ങൾ EDയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുക്കൽ നിയമത്തിൻ്റെ സാങ്കേതിക വിദ്യയിൽ ഏതെങ്കിലും ഒരു മൊഴിയുടെ അറ്റത്ത് ആരുടെയും പേരുണ്ടെങ്കിൽ അവർ ജയിലിൽ കിടക്കുന്നൊരു കാടൻ നിയമം ഇന്ത്യയിലുണ്ട്. ആ നിയമം വെച്ചിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ അകത്തിടുകയല്ലേ? പ്രബീർ പർഗായസ്തെ അകത്തിട്ടില്ലേ? എത്രയോ ആളുകളെ ഇന്ത്യ രാജ്യത്ത് അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. അരവിന്ദ് കേജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ. അതിൽ ഇങ്ങേയറ്റത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയെ ആക്രമിക്കാൻ ഒരു കെട്ടുകഥ. അതാണ് അരവിന്ദാക്ഷനിലൂടെ നിങ്ങൾ സാധിച്ചത്. അത് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ചെറുതല്ലാത്ത സന്തോഷമാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. ചെറുതല്ലാത്ത ദുഃഖമാണ് BJPക്ക് ഉണ്ടാകുന്നത്. ഇതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ, ഒറ്റ വാക്ക്. കേരളത്തിലെ പ്രതിപക്ഷം എവിടെ? BD സതീശൻ എവിടെ? കോൺഗ്രസ്സുകാരെവിടെ? ഇതിന് ഈ കൂട്ടുപ്രചരണത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര പേർ ഈ ചർച്ചയ്ക്ക് തയ്യാർ? അരവിന്ദാക്ഷൻ്റെ പേരിൽ ചാനലിൽ പോയിരിക്കുമ്പോൾ ഞാൻ കേട്ടതാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഓരോരുത്തരും വർത്തമാനം പറയുമ്പോൾ, പാർട്ടി പ്രവർത്തകർ ചാനലുകൾ വർത്തമാനം പറയുമ്പോൾ കൊത്തി കീറിയതാ. എന്ത്, എവിടെ? ഞങ്ങൾ ഈ നാട്ടിലെ മാധ്യമങ്ങളോട് പറയുന്നു, നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഏറ്റവും അനീതിപൂർണമായ പക്ഷപാത നയം സ്വീകരിക്കുന്നു. അതിൻ്റെ കൂടി ഭാഗമായി ഇരയാക്കപ്പെടുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയെ എത്ര ഇരയാക്കാൻ ശ്രമിച്ചാലും നിയമം അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ നീതി ലഭ്യമാകും എന്ന് ഇന്നത്തെ ഇന്ത്യയിൽ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ വിധിയുടെ പ്രാധാന്യം. ഞാൻ മടങ്ങി വരാം. ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, സാധാരണഗതിയിൽ ഇല്ലാത്തതുപോലെ ജാമ്യ ഉത്തരവിൽ കേസിന്റെ ഒരു മെറിറ്റിലേക്ക് കോടതി കടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു ഗ്രൗണ്ടുമില്ലാതെ CPIM നേതൃത്വത്തിനും നേതാക്കൾക്കുമെതിരെ വ്യാപകമായി ഇവിടെ നടത്തിയിരുന്ന വ്യാജ പ്രചാരണങ്ങൾക്ക് കൂടി കോടതിയുടെ ചില പരാമർശങ്ങളും നിരീക്ഷണങ്ങളും വലിയ തിരിച്ചടിയാകുന്നത് കൂടിയുണ്ട് എന്നത് മാത്രമല്ല, നോക്കൂ, സാധാരണഗതിയിൽ ഈ അടുത്ത കുറച്ച് നാളുകളായി നമ്മൾ കാണുന്ന രീതിയിൽ വിവിധ കോടതികളിൽ നിന്ന്, നീതിപീഠങ്ങളിൽ നിന്ന് ED എന്ന അന്വേഷണ ഏജൻസിക്കെതിരെ ഉണ്ടാകുന്ന പരാമർശങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമ്മൾ ഈ കോണ്ടെക്സ്റ്റുമായി ചേർത്ത് വെച്ച് വായിക്കേണ്ടേ? അസിത, ഈ കേസിൽ ഇന്ന് ജാമ്യം അനുവദിച്ച കേസിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന നിശ്ചയമായി സന്തോഷിക്കാൻ ഏറെ കാര്യങ്ങളുണ്ട് ഹൈക്കോടതിയുടെ ഈ ജാമ്യ ഉത്തരവിൽ എന്നുള്ളത് തന്നെയാണ്. ആ നിയമപരമായി ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയമായ വശങ്ങളും മാധ്യമപരമായ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് പോയതെന്നുള്ളതും അടുത്ത ഘട്ടത്തിൽ സമയമുണ്ടെങ്കിൽ അത് പറയാം. ഈ അടിസ്ഥാനപരമായി ഇവിടെ ജാമ്യം കിട്ടണമെങ്കിൽ PMLA കേസിൽ ജാമ്യം എങ്ങനെയാണ് കിട്ടുക? ED FIR ആണല്ലോ രജിസ്റ്റർ ചെയ്യുന്നത്, ECIR ആണല്ലോ, അല്ലേ? എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് പറയുക. അത് കുറ്റാരോപിതർക്ക് കൊടുക്കാറില്ല, അവർക്ക് കാണാനുള്ള അവകാശവുമില്ല എന്ന് തന്നെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്താണ് വഴി? ജാമ്യം കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, കോടതിക്ക് ബോധ്യപ്പെടണം, കുറ്റാരോപിതർ കുറ്റക്കാരല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. എന്നാൽ മാത്രമേ PMLA കേസിൻ്റെ 2002 ആക്ടിലെ
പിന്നെ ആ സെക്ഷൻ പ്രകാരം സെക്ഷൻ 45 പ്രകാരം ജാമ്യം കിട്ടണമെങ്കിൽ കോടതിക്ക് ബോധ്യപ്പെടുക മാത്രമേ ഉള്ളൂ മാർഗം. ആ മാർഗമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഇത് ആരാണ് ഹാജരായെന്ന് ആലോചിക്കണം. ഇ ഡിക്ക് വേണ്ടി ഹാജരായത് ആരാണെന്ന് ആലോചിക്കണ്ടേ, അത് കാണണ്ടേ. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ശ്രീ രാജു, അദ്ദേഹമാണ് ഇ ഡിക്ക് വേണ്ടി കേസിൽ ഹാജരായത്. അതും കൂടെ ഓർക്കണം. 3. എന്തായിരുന്നു വിഷയം? കഴിഞ്ഞ ഈ 14 മാസമായിട്ട് ഈ അരവിന്ദാക്ഷനെതിരെ പ്രയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ചാർജ് എന്തായിരുന്നു അറിയുമോ? 20,500,000 രൂപ ഈ അരവിന്ദാക്ഷൻ്റെ അക്കൗണ്ടിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇതാണ് പ്രധാനപ്പെട്ട ചാർജ്, ബേസിക് ചാർജായിട്ട് വന്നത് അരവിന്ദാക്ഷനെതിരെ. പക്ഷേ എങ്ങനെയാണ് ആ കേസ് ഈ 20,500,000 രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വന്നതും പോയതും എന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെടുത്താൻ സാധിച്ചു. എങ്ങനെയാണ്? ആ പണം എന്ന് പറയുന്നത് ഈ ജാമ്യം കിട്ടാതെ ഇപ്പോഴും ഉള്ള ഈ കേസിലുള്ള സതീഷ് കുമാർ വ്യക്തമായിട്ട് കുറ്റക്കാരനാണെന്നുള്ളതുകൊണ്ടാണല്ലോ ജാമ്യം കിട്ടാത്തത്. അദ്ദേഹത്തിൻ്റെ മകൾ MBBS പഠിക്കുകയാണ് മലബാർ മെഡിക്കൽ കോളേജിൽ. ആ മകൾക്ക് അയച്ചു കൊടുക്കാനായിട്ടാണ്, അങ്ങോട്ട് അയച്ചു കൊടുക്കാനാണ് 20,500,000 രൂപ അയച്ചു കൊടുക്കുന്നത്, ഈ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നത് അരവിന്ദാക്ഷൻ്റെ. അത് അദ്ദേഹം അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ആ തുക, ആ പണം. എന്ന് മാത്രമല്ല, ഈ 20,500,000 രൂപ അയക്കാനായിട്ട് 1,500 രൂപ സ്വന്തം കയ്യിൽ നിന്നാണ് അദ്ദേഹം കൊടുത്തത്. ആ തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയും നാൾ ഈ മനുഷ്യൻ കിടന്നത് തൻ്റെ ബോസ് എന്ന് പറയുമ്പോൾ സതീഷ് ബോസാവുന്നത് സതീഷിൻ്റെ കാർ ഡ്രൈവറാണ് ഈ അരവിന്ദാക്ഷൻ. അതും കൂടെ മനസ്സിലാക്കണം. കാർ ഡ്രൈവറായ അരവിന്ദാക്ഷൻ അദ്ദേഹത്തിൻ്റെ ബോസ് പറഞ്ഞതനുസരിച്ച് അയാളുടെ സതീഷിൻ്റെ മകൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ ഫീസോ മറ്റെന്തോയോ അത് അയച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എന്ന് ഉടനെ തന്നെ DD എടുത്ത് അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് അദ്ദേഹം ചെയ്ത കുറ്റം. ആ ഒരൊറ്റ കുറ്റം കൊണ്ടാണ് ഈ മനുഷ്യൻ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ കോടതി എന്താണ് പറഞ്ഞത്? ഒരു കാര്യം കൂടെ പറഞ്ഞേ ഹൈക്കോടതി, അടുത്ത കാലത്തെങ്ങും ഇത് വിചാരണയ്ക്ക് വരാൻ പോകുന്നില്ല. എന്താ കാര്യം? അതും പരിഗണിക്കണ്ടേ, നമ്മൾ കാണണ്ടേ? അത് ഒറ്റ കാര്യമുള്ളൂ. ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് കിടക്കുകയാണ്, 30ഓളം കേസുകളുണ്ട്. ആ കേസിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ല. ആ ചാർജ് ഷീറ്റ് വന്ന് വിചാരണയും കഴിഞ്ഞതിന് ശേഷമാണ് അക്യൂസ്ഡ് ആയിട്ടുള്ളവരെല്ലാം അക്യൂസ്ഡ് ആണെന്ന് തീരുമാനിക്കപ്പെട്ടാൽ മാത്രമാണ് ഈ കേസിലേക്ക് പിന്നെ പ്രവേശിക്കാനാവുക. കാലം എത്ര കഴിയും? ഇതാണ് കോടതി ചോദിച്ചത്. ഇത്രയും കാര്യങ്ങൾ അവിടെ വന്നിട്ടില്ലേ? അപ്പോൾ അത് എത്രയും കാര്യങ്ങളാണ് ഹൈക്കോടതി മുമ്പാകെ വന്ന വിഷയങ്ങൾ. അത് പിന്നെ എന്നെ സംബന്ധിച്ചോളം ചെറുതല്ലാത്ത സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. നീതിപീഠം വ്യക്തമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല, കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദീകരിച്ച് ചോദിക്കാനും പറയാനും ഹൈക്കോടതി തയ്യാറായി. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിച്ചത്? അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം പിന്നെ മാധ്യമരംഗത്തുണ്ടായിട്ടുള്ള ചില സെറ്റ് ബാക്കുകൾ എന്ന് തന്നെ പറയാവുന്ന, അല്ലെങ്കിൽ പിന്നെ തിരുത്താൻ ഇനിയെങ്കിലും തയ്യാറാകുമോ എന്ന് ഞാൻ തന്നെ ചോദിക്കുന്ന, കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തിയ ഒരു വലിയ ചരിത്രമുണ്ടല്ലോ, കെട്ട ചരിത്രം എന്നാണ് ഞാൻ അന്നും ഇന്നും പറയുക. പിന്നെ കാരണം അതിൻ്റെ അകത്ത് എന്തൊക്കെയായിരുന്നു വേണ്ടിയിരുന്നത് ഇവർക്ക്? അരവിന്ദാക്ഷനെ പെടുത്താനായിട്ട് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? AC മൊയ്തീനെ കൊടുക്കണം, MK കണ്ണനെ കൊടുക്കണം, അതുവഴി പിന്നെ PK ബിജുവിൻ്റെ പേര് പറയിപ്പിക്കണം, അതുവഴി K രാധാകൃഷ്ണൻ്റെ പേര് പറയിപ്പിക്കണം. ഇങ്ങനെയുള്ള രാഷ്ട്രീയ ആവശ്യങ്ങൾക്കാണ് ED ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. എന്ന് മാത്രമല്ല, ഇവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അത് പറയാതിരിക്കാൻ കഴിയില്ല അസിത. ഇവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എറണാകുളത്തെ ED ഉദ്യോഗസ്ഥർ. എന്നിട്ട് എറണാകുളത്തെ മാധ്യമപ്രവർത്തകരെയാകെ അത് ഉൾക്കൊള്ളിച്ചു. അവർ ഒഴിവാക്കിയ 2 മാധ്യമങ്ങളുണ്ട് കേട്ടോ, അത് പ്രത്യേകം നമ്മൾ അറിയേണ്ടതാണ്. ഒന്ന് കൈരളി, 2 ദേശാഭിമാനി. ഈ 2 മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ ആ EDയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിച്ചില്ല. ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം കൂടെ ചേർത്തൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, കഥകൾ അവരും മെനയും, അവർ കഥകൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കൊടുക്കും. അത് പിറ്റേന്ന് അന്ന് ഇലക്ട്രോണിക് ഇവിടെ കൊടുക്കുന്ന ദിവസം ഇലക്ട്രോണിക് മീഡിയ, അതായത് ചാനലുകൾ അത് ചർച്ചയാക്കും. പിറ്റേ ദിവസം മാധ്യമങ്ങൾ ഫ്രണ്ട് പേജ് സ്റ്റോറിയാക്കി അത് പുറത്തേക്ക് വിടും. ഇതായിരുന്നല്ലോ കണ്ടുപോന്നിരുന്നത്. അതിനെയൊക്കെ നിഷ്കരുണമാണല്ലോ ഹൈക്കോടതി നിന്ന് ചവിട്ടി അരച്ച് കളഞ്ഞത്. ഞാൻ അങ്ങനെ പറയൂ, ഹൈക്കോടതി ചവിട്ടി അരയ്ക്കുകയായിരുന്നു ഈ തെറ്റായ പ്രവണതകളെ ആകെ.
സമീപകാലത്ത് ഇത്രയും സമഗ്രവും ഉജ്ജ്വലവുമായ ഒരു ജാമ്യ ഹർജി വിധി ഞാൻ വായിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. അത്ര നമുക്ക് അതിൻ്റെ ആ സമഗ്രതയിൽ വിശ്വസിക്കാൻ പൂർണ്ണമായും നമ്മളെ ഉൾക്കൊള്ളിക്കുന്ന വിധമാണ് ആ വിധി വന്നത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ വീണ്ടും പറയുന്നു, സന്തോഷിക്കാൻ വളരെയേറെ വക തരുന്നത് തന്നെയാണ് അസിത. അത് തന്നെയാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. മറ്റു കാര്യങ്ങളുണ്ട്, കാര്യങ്ങൾ പറയാൻ ഇനിയുമുണ്ട്. അതിലേക്ക് വരാം ശ്രീ ജയചന്ദ്രൻ. മിഥുൻ വിജയകുമാർ, തുടക്കത്തിൽ തന്നെ മിഥുൻ ഈ കേസുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങൾ പറഞ്ഞു. ഈ നിലയിൽ നോക്കൂ, മിഥുൻ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അവിടെ PMLA-യുടെ പരിധി ഉണ്ട് എന്ന് കണ്ടാണ് ED ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത്. അതാണല്ലോ കരിവന്നൂരിലെ സാഹചര്യം. അതേസമയം തന്നെ കൊടകരയിലേക്ക് വരുമ്പോൾ നോക്കൂ മിഥുൻ, കൊടകരയിൽ BJPക്ക് വേണ്ടി കള്ളപ്പണം എത്തിയിട്ടുണ്ടെന്നും ED-യുടെ അന്വേഷണം വേണമെന്നും കാണിച്ച് സംസ്ഥാന പോലീസ് തന്നെ ED-ക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. PMLA-യുടെ കൃത്യമായ എല്ലാ പരിധിയും സാഹചര്യവും അതിലുണ്ട് എന്നുള്ളത് സംസ്ഥാനത്തെ ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തിയ കേസാണ്. ഈ കേസിൽ എവിടെയാണ് ED വന്നിട്ടുള്ളത് മിഥുൻ? മുൻപ് മിഥുൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കൃത്യമായ അന്വേഷണം ED എന്ന സംവിധാനം ഈ രാജ്യത്ത് നടത്തുന്നുണ്ടെങ്കിൽ എല്ലാ കോണ്ടെക്സ്റ്റിലും എല്ലാ സാഹചര്യത്തിലും ഒരേ നടപടിയല്ലേ ഉണ്ടാകേണ്ടത്. അപ്പോൾ കൊടകരയിൽ അത് ഉണ്ടായില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? നമുക്ക് കൊടകര കേസും കരുവന്നൂർ കേസും തമ്മിൽ താരതമ്യം ചെയ്യാൻ ഒരിക്കലും കൊള്ളില്ല എന്ന കാര്യം താങ്കൾ മനസ്സിലാക്കേണ്ടതാണ്. കൊടകര കേസ് അന്വേഷിച്ചതാരാണ്? കേരള പോലീസാണ്. കേരള പോലീസ് അന്വേഷിച്ചിട്ട് ഏതെങ്കിലും ഒരു BJP നേതാവിനെതിരെ അവർ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്താൻ സാധിച്ചോ? ഏതെങ്കിലും ഒരു BJP നേതാവ് അതിൽ ഇൻവോൾവ് ആണോ? ഇതുവരെ ഒരു ഏതെങ്കിലും ഒരു ആളുടെ പേരിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്താൻ സാധിച്ചോ? അതൊരു ഹൈവേ റോബറി കേസാണ് മാഡം. ഒരു ഹൈവേ റോബറി കേസിൽ PMLA ചേർക്കാൻ പറ്റുമെന്നുള്ള ED-ക്ക് അന്വേഷിച്ച് അതിന്റെ സ്കോപ്പ് കണ്ടെത്തണം. അതുപോലല്ല കരുവന്നൂർ ബാങ്ക് സ്കാം. അതില് നേരിട്ട് വളരെ വ്യക്തമായ തെളിവാണ്. ഞാൻ അതെ, അതൊരു റോബറി കേസാണ്. ആ റോബറി കേസ് കേരള പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് കേരള പോലീസാണ് നമ്മുടെ മുന്നിലേക്ക് വന്ന കേസിൽ പിന്നീട് പരാതിപ്പെട്ടതിനേക്കാൾ എത്രയോ ഇരട്ടി തുക കളവ് പോയി എന്ന് ധർമ്മരാജന് തന്നെ പറയേണ്ടി വരുന്നത് എങ്ങനെയാണ്? ആ പണത്തിന്റെ ഉറവിടത്തെ കുറിച്ച് ധർമ്മരാജൻ പറഞ്ഞ മൊഴി അന്ന് ED-യുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് അയച്ച കത്തിൽ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ധർമ്മരാജനെ ചോദ്യം ചെയ്തതിൽ നിന്നും BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊണ്ടുവന്ന പൈസയാണ് അതെന്നും കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ചതാണെന്നും അത് കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ അറിവോടുകൂടിയാണെന്നും M. ഗണേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തെളിയിക്കാനാണല്ലോ ED-യുടെ മണി ലോണ്ടറിംഗുമായി അതിൽ തർക്കമില്ല മിഥുൻ. അങ്ങനെ ഈ കേസിൽ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, ധർമ്മരാജൻ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട തുകയുടെ പൂർണ്ണമായ പരാതി ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുണ്ടോ? ഉണ്ടായിരുന്നില്ല. ആ കേസ് അന്വേഷിച്ച് BJPക്ക് വേണ്ടി കള്ളപ്പണം കൊണ്ടുവന്നിട്ടുള്ള ആള് എന്ന് അയാൾ തന്നെ പറയുന്നു. എന്ന് അയാൾ തന്നെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതാണ്. നോക്കൂ, അതെ, ആ ധർമ്മരാജൻ മിഥുൻ നോക്കൂ, ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ മിഥുൻ. ആ ധർമ്മരാജൻ അങ്ങനെ കൊണ്ടുവന്ന പണം അദ്ദേഹം വളരെ ചെറിയ തുകയുടെ പരാതിയാണ് കൊടുത്തത്. അപ്പോൾ ബാക്കി പണത്തിന് സോഴ്സ് ഇല്ലാത്തത് കൊണ്ട് പരാതിപ്പെടാൻ പോലും ധർമ്മരാജൻ ആകുന്നില്ല. പക്ഷേ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ധർമ്മരാജൻ കൊണ്ടുവന്ന കണക്കിൽപ്പെടാത്ത പണം അന്വേഷണ സംഘം കണ്ടെത്തുന്നു. ആ പണവുമായി ബന്ധപ്പെട്ട സോഴ്സിൽ നിന്നുള്ള ചോദ്യം ചെയ്യലാണ് ഇത് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടായി കൊണ്ടുവന്നതാണ് എന്ന് ധർമ്മരാജൻ മൊഴി നൽകുന്നത്. സോഴ്സ് ഇല്ലാത്ത പണമാണ്. അപ്പോൾ അത് വൈറ്റ് മണിയാണോ? അല്ല. അപ്പോൾ ആ കേസിൽ K. സുരേന്ദ്രന് കൂടി അറിവുണ്ട് എന്ന് ധർമ്മരാജൻ മൊഴി നൽകുകയാണ്. അങ്ങനെ ഒരു കേസിൽ സ്റ്റേറ്റിലെ സംവിധാനങ്ങൾക്ക് ഇവിടെ വരെയാണ് അന്വേഷിക്കാനാകുക, ഇനി വരേണ്ടത് ED-ആണ് എന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് കത്തയക്കുന്നത് 2/8/2021 ആ കത്തിന്റെ പകർപ്പാണ് മിഥുൻ. ഇത് നമ്മൾ ആ ഘട്ടത്തിൽ ഇത് ചർച്ച ചെയ്തതുമാണ്. അങ്ങനെ ഒരു കത്തയച്ച് 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ED-ക്ക് വരാനുള്ള ഗ്രൗണ്ട് എവിടെയാണ് ഇവിടെ ഇല്ലാത്തത്? താങ്കളുടെ പ്രസംഗം കഴിഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ധർമ്മരാജൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ധർമ്മരാജൻ സപ്ലൈകോയ്ക്ക് വേണ്ടി സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. സപ്ലൈകോയുമായി ബന്ധമുള്ള ആളാണ്. എങ്ങനെ സപ്ലൈകോന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയുള്ള അധികാരം അയാൾക്ക് കിട്ടുന്നത്? ആരുമായുള്ള ബന്ധം കൊണ്ടാണ്? മാത്രമല്ല KSRTC-യിൽ പോലും പണം കടത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത്? ധർമ്മരാജൻ പണം കൊണ്ടുവന്നു, അത് സുരേന്ദ്രനുമായി KSRTC ഇങ്ങനെ ചർച്ച ചെയ്യണം. ഞാൻ എഴുന്നേറ്റ് പോട്ടോ. എനിക്കൊരു കാര്യം പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കണം. അല്ല താങ്കളുടെ ഈ ഇടപെടൽ മാത്രമല്ല. അതിൽ ഫോറൻസിക്കിന്റെ ഒരു കാര്യം ഫോറൻസിക്സിന്റെ ഒരു പരാമർശം, ഒരു ചെറിയ പരാമർശം അതിലുണ്ടോ? കേരള പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ
SIT വന്ന് അന്വേഷിച്ചു. അത് ആ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും ഒരു മെൻഷൻ ഉണ്ടോ? ഇഡിക്ക് അയച്ച റിപ്പോർട്ടിൽ SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു മെൻഷൻ അതിലുണ്ടോ? ഇല്ല. പിന്നെ ഈ പറയുന്ന BJP നേതാക്കളെ ലിങ്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ആ റിപ്പോർട്ടിൽ? ഒരു കാര്യവുമില്ല. താങ്കൾ അതിലുണ്ട് മിഥുൻ. ഞാൻ ഈ പറയട്ടെ, പണം അതിൽ നഷ്ടപ്പെട്ട ന്യൂട്രൽ ഘട്ടത്തിൽ ആയിട്ടുള്ള ആദ്യം തന്നെ ധർമ്മരാജൻ വിളിക്കുന്നത് BJPയുടെ ടെക്നിക്കാലിറ്റീസ് അല്ലേ നേതാക്കളെയാണ്. ചോദിക്കുന്നത്? കെ താങ്കൾ സുരേന്ദ്രനോട് എന്നോട് അടക്കമുള്ള ടെലിഫോൺ സംഭാഷണങ്ങളുടെ റെക്കോർഡുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. താങ്കളോട് സാധാരണഗതിയിൽ മിഥുൻ താങ്കളോട് നോക്കൂ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഇതിന്റെ ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് ചോദിച്ച് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കല്ലേ? താങ്കൾ കാണിക്കുന്നത് ശുദ്ധ അല്ല, മണ്ടത്തരമാണ്. ആ ഞാൻ ചോദിക്കുന്ന ഒരു ടെക്നിക്കാലിറ്റീസ് കാര്യമുണ്ട്. ആണല്ലോ ഈ ആ കേസിന്റെ തന്നെ കോർ റിപ്പോർട്ടില് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ആ റിപ്പോർട്ടിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വിറ്റ്നസ് പോലും ഉണ്ടോ? ഒരു വിറ്റ്നസ് ചൂണ്ടിക്കാണിക്കാമോ? ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് എന്ന് പറയാൻ പറ്റുന്ന ആ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലാതെ ഒരു ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് ഉണ്ടോ അതിൽ? BJP നേതാക്കൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടോ? ഏതെങ്കിലും ഒരു BJP നേതാവ് അതിൽ എന്താ പറയുക പ്രതിയായിട്ടുണ്ടോ? താങ്കൾ രണ്ടാമതൊരു എന്താണ് ഈ കുറ്റപത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കൂടിയുണ്ട്. അതിൽ കൊടകരയ്ക്ക് തിരൂർ ഇത് സ്വദേശി രണ്ടും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. രണ്ടും അപ്പോഴോ വേറെ വേറെ വിഷയങ്ങളാണ്. തിരൂർ സതീഷ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞ ഈ കേസിന്റെ അന്വേഷണം തുടങ്ങിയ സമയത്ത് പറഞ്ഞ എന്താണ്? ഇത് ഇലക്ഷൻ സമയത്ത് ഓരോ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി തിരൂർ സതീഷിനെ അവരിവരും കൊണ്ടുവന്ന് ഇറക്കുന്ന അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ കേസിൽ BJP നേതാക്കൾക്ക് നേരെ ഉയരുന്ന എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ? അല്ലെങ്കിൽ അവരെ പ്രതി ചേർക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എവിഡൻസ് അല്ല, കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഇതിലപ്പോൾ ഒരു മണി ലോണ്ടറിംഗ് ഇൻഡിപെൻഡന്റ് ഇല്ല എന്ന് വിറ്റ്നസ് പോലും കൂടിയാണോ ഇല്ലാത്ത മിഥുൻ പറയുന്നത്? ഒരു ഇതിൽ മണി ഇൻഡിപെൻഡന്റ് ലോണ്ടറിംഗ് വിറ്റ്നസ് ഇല്ല പോലും എന്നാണോ ഇല്ലാത്ത ഒരു മിഥുൻ വിഷയത്തെ പറയുന്നത്? ഞാൻ പറയുന്നത്, ഒരു ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് പോലും ഇല്ലാത്ത ഒരു വിഷയത്തെ താങ്കൾ കൂട്ടിക്കലർത്താൻ നോക്കുന്നത് കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്ന വിഷയവുമായിട്ടാണ്. അവിടെ പരാതി കൊടുത്തത് ആരാണ്? CPM-ന്റെ മെമ്പർമാരായ അമ്പിളി മഹേഷ്, മിനി നന്ദൻ, ഡയറക്ടർമാരായിരുന്ന CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരായിരുന്ന ലളിതൻ, സുഗതൻ. ഇവർ പറഞ്ഞെന്താ പറയുക, കമ്മിറ്റിയിൽ ഇവർ ഈ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മിറ്റിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അവരെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണോ താങ്കൾ ഈ അല്ല, പറഞ്ഞ ആ പോലെ കേസിൽ കൊടകരയുമായി മിഥുൻ നോക്കൂ, കലർത്തിക്കൊണ്ട് ആ വിഷയത്തിൽ അതിനെ അഭിപ്രായ വ്യത്യാസം ലഘൂകരിക്കാൻ ഇല്ലല്ലോ. ശ്രമിക്കുന്നത്? ആ അപ്പൊ വിഷയത്തിൽ താങ്കൾ ഈ എനിക്ക് പറയുന്ന അഭിപ്രായ കാര്യവും വ്യത്യാസം ഇല്ല മിഥുൻ. അങ്ങനെ ആ താങ്കൾ ഈ പറഞ്ഞ കേസാണല്ലോ കാര്യവും ഇവിടെ കൊടകരയും തമ്മിൽ പോലീസ് ബന്ധമില്ല. അന്വേഷിക്കുകയും കൊടകരയിൽ ക്രൈംബ്രാഞ്ചിന് സ്കോപ്പ് കൈമാറുകയും ഉണ്ടോ ചെയ്തത്. എന്ന് പിന്നീട് അതിലേക്ക് ED വരുന്നു. അപ്പോൾ കൊടകരയിൽ ED വരുമ്പോൾ നേരെ CPM നേതാക്കളിലേക്ക് വരികയാണ്. അവിടെയാണ് അരവിന്ദാക്ഷനെ കക്ഷി ചേർക്കാൻ ശ്രമിക്കുന്നത്, പ്രതി ചേർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അരവിന്ദാക്ഷനായിരുന്നു CPM നേതൃത്വത്തിലേക്കുള്ള ലിങ്ക്. മാത്രമല്ല, ഇതിന് മുൻപ് ഒരു തവണ അരവിന്ദാക്ഷൻ ചോദ്യം ചെയ്യലിന്റെ വേളയിൽ AC മൊയ്തീൻ അടക്കമുള്ള ആളുകളുടെ പേര് പറയാൻ ED നിർബന്ധിച്ചു എന്ന് മാധ്യമങ്ങളുടെ ഒരു ബൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അരവിന്ദാക്ഷനെ അങ്ങനെ ലിങ്ക് ചെയ്യാൻ CPM-മായി ബന്ധപ്പെടുത്തി ശ്രമിച്ചു. അതാണ് ഇന്ന് ഹൈക്കോടതി ശ്രമിച്ചു എന്നല്ല, അവിടെ പല സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അവിടെ CPM മെമ്പർമാരായിരുന്ന അമ്പിളി മഹേഷിന്റെയും മിനി നന്ദന്റെയും ഡയറക്ടർമാരായിരുന്ന മുതിർന്ന CPM നേതാക്കന്മാരായിരുന്ന അവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വെറുതെ വന്ന ലിങ്ക് ചെയ്യല്ല. അവരുടെ സ്റ്റേറ്റ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ ബ്ലാങ്ക് ആയിട്ടുള്ള നമ്മളതിൽ അത്തരത്തിലുള്ള മൊഴികളില്ല എന്നോ പരാതിയില്ല എന്നോ പറഞ്ഞിട്ടില്ല. കരുവന്നൂരുമായി ബന്ധപ്പെടുത്തി അങ്ങനെ ഒരു കേസുമുണ്ട്, മൊഴികളുമുണ്ട്, പരാതിയുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നു. അവിടെ ED വരുന്നു. ED വരുമ്പോൾ എന്താണ് ശ്രമിക്കുന്നത്? അരവിന്ദാക്ഷനെ ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അരവിന്ദാക്ഷനുമായി ബന്ധപ്പെടുത്തി ഇവിടെ മുൻപ് ശ്രീ അനിൽകുമാറും ശ്രീ M ജയചന്ദ്രൻ സാറും ഒക്കെ പറഞ്ഞതുപോലെ അരവിന്ദാക്ഷന്റെ അമ്മയുടെ അക്കൗണ്ട് ഉൾപ്പെടെ ഈ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു. ആ പ്രചാരണങ്ങളൊക്കെ അന്ന് തന്നെ പൊളിയുന്നു. പിന്നീടാണ് ഇപ്പോൾ ഇത് കോടതിയിലേക്ക് വരുമ്പോൾ അരവിന്ദാക്ഷൻ തെറ്റ് ചെയ്തുവെന്ന് കരുതാനാകുന്ന ഒന്നുമില്ല എന്നുകൂടി ജാമ്യ ഉത്തരവിന്റെ കൂട്ടത്തിൽ കോടതി നിരീക്ഷിക്കുന്നത്. അതൊന്നാമത്തെ സാഹചര്യം. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത് കൊടകരയിലേക്ക് വരൂ. കൊടകരയിൽ എന്താണ് മിഥുൻ പറഞ്ഞതുപോലെ പണം കാണാതെ പോയ കേസാണ്. അല്ല മിഥുൻ, ഞാൻ ചോദിക്കുകയല്ലേ. മിഥുൻ പറയുന്നു കൊടകരയിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്നു. കൊടകരയിൽ കള്ളപ്പണമുണ്ട്, കണക്കിൽപ്പെടാത്ത പണം എന്ന് പറയുന്നത് ബ്ലാക്ക് മണി അല്ലേ? അതിൽ ED എന്താണ് വരാത്തത്? താങ്കൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലേ? കരുവണ്ണൂർ സ്കാം എന്ന് പറയുന്നത് പച്ച വെള്ളം പോലെ EDക്ക് എല്ലാ സ്കോപ്പുമുള്ള ഒരു മണി ലോണ്ടറിങ് ആക്ടിവിറ്റി അവിടെ നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു വിഷയമാണ്. അവിടെ EDക്ക് അന്വേഷിക്കാൻ 100% സ്കോപ്പ് ഉണ്ട്. മണി ലോണ്ടറിങ് അവിടെ വളരെ ക്ലിയർ ആണ്. അതുപോലെ അല്ല കൊടകര വിഷയം. അതൊരു ഹൈവേ റോബറി കേസാണ്. അതിലേക്ക് EDക്ക് എന്താ പറയുക, EDക്ക് അന്വേഷിക്കാൻ സ്കോപ്പ് ഉണ്ടോ എന്ന് പോലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത വിഷയത്തെയാണ് താങ്കൾ ഈ പറയുന്ന പോലെ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ വരാം, ഒരു മിനിറ്റ്. ശ്രീ അനിൽകുമാർ, അതിൽ ചെറിയൊരു മറുപടി വേണം. നോക്കൂ, അങ്ങനെ ആ നിലയിൽ കൊടകരയിലേക്ക് EDക്ക് വരാനേ സാധിക്കില്ല എന്നാണ് മിഥുൻ പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ EDക്ക് അതിൽ വരാനുള്ള മെറിറ്റ് ഇല്ല എങ്കിൽ 3 വർഷം മുൻപ് അയച്ച കത്തിൽ ED ഏതെങ്കിലും നിലയിലുള്ള മറുപടി പറയണ്ടേ? ഞങ്ങളുടെ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയമല്ല ഇത് എന്ന്. അങ്ങനെ ഒരു മറുപടി പോലും ഉണ്ടായതായി അറിയുകയുമില്ല. ശ്രീ അനിൽകുമാർ, അല്ല, ഇവിടെ കൊടകരയുമായി ബന്ധപ്പെട്ട് സംഭവം ഉണ്ടായ അപ്പോൾ തന്നെ പരാതിപ്പെടുന്നില്ല ധർമ്മരാജൻ. പണം നഷ്ടപ്പെട്ടത് BJPയുടേതാണ്. പണം നഷ്ടപ്പെട്ടപ്പോൾ ആദ്യം തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെയും സംഘടനാ സെക്രട്ടറിയെയും
സംസ്ഥാന പ്രസിഡന്റിൻ്റെ മകനെയും ഡ്രൈവറെയുമൊക്കെയാണ് ധർമ്മരാജൻ വിളിക്കുന്നത്. എൻ്റെ പണം പോയാൽ ആ പണം ആരുടെ പണമാണോ നഷ്ടപ്പെട്ടത് അവരെയല്ലേ വിളിക്കുക. സ്വാഭാവികമായിട്ടും പണത്തിൻ്റെ ഉടമകൾ നിലയ്ക്ക് അവരെ വിളിച്ചു. അപ്പോൾ BJPയുടെ അനീഷ് കുമാർ എന്ന് പറഞ്ഞ തൃശ്ശൂരിലെ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ ഒരന്വേഷണം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നടത്തി. കാരണം ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊണ്ടുപോയ പണം ഇങ്ങനെ പിടിച്ചു പറിക്കാൻ ഇടയായതിന് പിന്നിൽ ഞങ്ങളുടെ ആരെങ്കിലും ഒറ്റ കൊടുത്തിട്ടുണ്ടോ? അതിൻ്റെ ഭാഗമായി ഒറ്റ കൊടുത്തതിൻ്റെ ഭാഗമായി ഇത് കവർച്ച ചെയ്ത ചില ആളുകളെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായി. അവരുമായിട്ടൊരു ചർച്ച നടന്നിട്ട് ഒരു കാരണവശാലും ആ പണം വീണ്ടെടുക്കാനായില്ല. അപ്പോൾ പണം വീണ്ടെടുക്കാൻ വേണ്ടി ധർമ്മരാജനെ കൊണ്ട് പരാതി 4 ദിവസക്കാലം കഴിഞ്ഞ് 8-ാം തീയതി പോലീസിൽ കൊടുപ്പിക്കുന്നു. എന്താണ് ഇതിൻ്റെ തെളിവ്? 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുള്ള ആ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ മതി. അതിന് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു. 8-ാം തീയതി പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ധർമ്മരാജൻ 25 ലക്ഷം രൂപയുടെ പരാതി കൊടുത്തു. പോലീസ് ധർമ്മരാജനെ ചോദ്യം ചെയ്തപ്പോൾ കാര്യം ഈ 25 ലക്ഷം അല്ല എന്ന് മനസ്സിലായി. കേരള പോലീസ് 1,46 ലക്ഷം രൂപ കണ്ടെടുത്ത് കോടതി ഹാജരാക്കിയിട്ടുണ്ട്. ഈ 1,46 ലക്ഷം രൂപയുടെ സോഴ്സ് അറിയണമെന്ന് ഇന്ത്യ രാജ്യത്തെ EDക്ക് താല്പര്യമുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ആ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധർമ്മരാജൻ പറയുന്നു 25 ലക്ഷം രൂപ എൻ്റെ പോയി. ധർമ്മരാജൻ്റെ 25 ലക്ഷം രൂപ ഇവിടുന്ന് കിട്ടി. അതിൻ്റെ സോഴ്സ് ധർമ്മരാജൻ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ ധർമ്മരാജനെ കേരള പോലീസ് മൂലയ്ക്ക് ചാരി ധർമ്മരാജൻ്റെ മൊഴിയെടുക്കാൻ നോക്കിയപ്പോഴാണ് കുമ്മനം രാജശേഖരനും K. സുരേന്ദ്രനും P. K. കൃഷ്ണദാസും ചേർന്ന് തൃശ്ശൂരിൽ സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചു കൂട്ടി. എന്നിട്ട് കേരളമൊട്ടുക്കും BJPയുടെ സമരം. എന്തിനായിരുന്നു സമരം? സ്വയം സേവകനായ ധർമ്മരാജനെ സംരക്ഷിക്കാൻ സമരം. എന്നിട്ട് BJPയുടെ സംസ്ഥാന നേതൃത്വം പോയി ഗവർണറെ കണ്ട് ഈ ധർമ്മരാജനെ പീഡിപ്പിക്കുന്നു എന്നൊരു പരാതി കൊടുത്തപ്പോൾ കേരള ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് അഭ്യർത്ഥിച്ചു, ഇങ്ങനൊരു പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ട്, ധർമ്മരാജനെ പീഡിപ്പിക്കുന്നു. അപ്പോൾ കൊടകരയിലെ ഹൈവേയിൽ ഒരു 25 ലക്ഷം രൂപ ആരുടെയെങ്കിലും പിടിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഗവർണറെ പോയി കണ്ട് കത്ത് കൊടുക്കുന്നത്? BJPക്ക് എന്നാ കാര്യം? സപ്ലൈകോയുടെ ഏതോ ഒരു ഏജൻ്റാണെങ്കിൽ KSRTC ബസ്സിൽ ഇയാൾ കള്ളപ്പണം കടത്തിയ ഉടനെ KSRTC പ്രതിയാകുമെന്നാണ് BJP നേതാവ് ന്യായം പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങളെന്തിനാണ് ഈ ധർമ്മരാജന് വേണ്ടി ഗവർണറെ കണ്ട് നിവേദനം കൊടുത്തത്? കേരളത്തിലൊട്ടുക്കും ഈ കേസ് അന്വേഷിക്കുന്നത് വിലക്കുന്ന സമരം നടത്തിയത്? തീർന്നില്ല. ഈ ധർമ്മരാജൻ്റെ ഫോൺ കോൾ രജിസ്റ്റർ നോക്കിയപ്പോൾ എന്താണ്? ബന്ധങ്ങൾ നോക്കിയപ്പോൾ എന്താണ്? കർണാടകത്തിലെ BJPയുടെ MP ലഗർ സിംഗുമായിട്ട് ബന്ധമുണ്ട്. അതുപ്രകാരം ലഗർ സിംഗിൻ്റെ പക്കൽ നിന്ന് പണം കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന 41.5 കോടി രൂപയുടെ കഥ, കള്ളപ്പണത്തിൻ്റെ കഥ തത്ത പറയുന്നത് പോലെ ധർമ്മരാജൻ പറഞ്ഞിട്ടുണ്ട്. K. സുരേന്ദ്രനും ധർമ്മരാജനും ചേർന്ന് അമിത്ഷയെ കാണാൻ പോയ കഥയും ധർമ്മരാജൻ്റെ മൊഴിയിലുണ്ട്. ഇതൊക്കെ കോടതി മുമ്പാകെ റെക്കോർഡ് ചെയ്ത മൊഴിയാണ് കേട്ടോ. ആ മൊഴി എന്ന് പറയുന്നത് വെറുതെ മൊഴിയല്ല, അതിൻ്റെ CD അടക്കം ഹാജരാക്കിയിട്ടുണ്ട്. ഇനി ED ചെയ്യേണ്ട കാര്യം എന്താണ്? ED ആ ധർമ്മരാജനെ പിടിക്കണം. ധർമ്മരാജൻ്റെ മൊഴി വെച്ച് തന്നെ ധർമ്മരാജൻ ജയിലിൽ കിടക്കും. ധർമ്മരാജൻ്റെ മൊഴി വെച്ച് തന്നെ വേണമെങ്കിൽ സുരേന്ദ്രൻ ജയിലിൽ കിടക്കും. സുരേന്ദ്രൻ്റെ മകൻ ജയിലിൽ പോവും. BJPയുടെ നേതാക്കന്മാർ, ആലപ്പുഴയിലെ കർത്താവുണ്ടല്ലോ, ഈ മിനിറ്റിന് ധർമ്മരാജനെ വിളിച്ചുകൊണ്ടിരുന്ന ചക്കപ്പഴത്തിൽ ഈച്ച പൊതിയുന്ന പോലെ ഈ കാശിന് പൊതിഞ്ഞുകൊണ്ടിരുന്ന നേതാക്കന്മാരുടെ എല്ലാം കോൾ രജിസ്റ്റർ നോക്കി എല്ലാത്തിനും ധർമ്മരാജനുമായിട്ടാണ് ബന്ധം. RSSകാരനായ BJPയുടെ സംഘടനാ സെക്രട്ടറി, അദ്ദേഹത്തിനും ഇദ്ദേഹമായിട്ടാണ് ബന്ധം. എന്താണ് BJPക്കാർ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കൊണ്ടുവരികയാണ്. തൃശ്ശൂർ വഴി പോകുന്ന ധർമ്മരാജൻ ഏത് തെരഞ്ഞെടുപ്പ് സാമഗ്രി കൊടുത്തു എന്നറിയാനാണ് സുരേന്ദ്രൻ്റെ മകൻ വിളിക്കുന്നത്, മിനിറ്റിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കൺമുമ്പിൽ തുറന്നു കാട്ടപ്പെട്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് റോബറിൻ്റെ ഹൈവേയിൽ EDക്ക് അന്വേഷിക്കാൻ അവകാശമില്ല എന്നത് വാദം ശരിയല്ല. എന്തുകൊണ്ട്? റോബറിൻ്റെ ഹൈവേയിൽ കേരള പോലീസ് കണ്ടെത്തിയത് 5000 രൂപയല്ല,
25 ലക്ഷം രൂപയുടെ പരാതിയിൽ 1,46,00,000 രൂപയുടെ തുക കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾ 41.5 കോടി വിട്ടേര്. ഈ 1,46,00,000 രൂപ ആരുടേതെന്ന് കണ്ടെത്താൻ ഇഡിക്ക് ബാധ്യത ഇല്ലേ എന്നാ ചോദ്യം. അത് ചോദ്യമാണ് ശ്രീ അത് മിഥുൻ കണ്ടെത്താൻ വിജയകുമാർ. എന്ത് അതെ, വേണം? ആ ചോദ്യമാണ്. ആ ഇഡിക്ക് ഒരു ചോദ്യം ഞാൻ അങ്ങേലേക്ക് പ്രത്യേക പാസ് ചെയ്യുകയാണ് ശ്രീ അവകാശമുണ്ട്. മിഥുൻ വിജയകുമാർ. നോക്കൂ, അങ്ങനെ 1 കോടിയിലധികം രൂപയുടെ സോഴ്സ്, അത് സോഴ്സ് ഇല്ലാത്ത പണമാണ് എന്ന് പറഞ്ഞത് ബ്ലാക്ക് മണിയാണ്. അപ്പോൾ ആ പണത്തിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് ഇഡി വരണം എന്ന് കണ്ട സംസ്ഥാന പോലീസ് അല്ലെങ്കിൽ ഇവിടുത്തെ അന്വേഷണ സംഘം കത്തയക്കുന്നത്. അപ്പോൾ അതിൽ ഇഡിക്ക് റോളേ ഇല്ല എന്നുള്ളതാണോ അങ്ങ് പറയുന്നത്? നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കേസിൽ തുടക്കത്തിൽ ചാർജ് ചെയ്യപ്പെട്ടത് ഡെക്കോയിറ്റി 395, കോൺസ്പിറസി 120B, പിന്നെ സ്റ്റോളൻ പ്രോപ്പർട്ടി 412. ഇത് പ്രകാരമായിരുന്നു കേസ് എടുത്തിട്ടുള്ളത്. അപ്പം കള്ളപ്പണം എന്നതായിരുന്നു പോലീസിന്റെ വാദം. അതായത് ഹൈവേ റോബറി ആണ് കേസ്. അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസ് ഹൈവേ റോബറിയാണ്. പിന്നെയാണ് പോലീസ് പറഞ്ഞത് അതിൽ 3 കോടി ഉണ്ടെന്ന്. അതിൽ റിക്കവർ ചെയ്യപ്പെട്ടത് 1.5 crore ആണ് റിക്കവർ ചെയ്യപ്പെട്ടത്. അതിൽ 56 ലക്ഷം അവർ ചെലവാക്കിയെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ബാക്കി പൈസ എവിടെ? ബാക്കി പൈസ എന്താ പോലീസിന് കണ്ടെത്താൻ സാധിക്കാത്തത്? അതിന്റെ സോഴ്സ് എന്താണ്? അത് എവിടെ നിന്ന് വന്നു? ഹൈവേ റോബറി നടത്തുന്ന ആളുകൾ എന്താ പറയുക, എല്ലാ ഈ പറഞ്ഞ പോലെ അന്യ സംസ്ഥാനത്തു നിന്നാണ് പണം കൊണ്ടുവരിക. അവർ റോബറി നടത്തുന്ന ആളുകളാണ്. ആ റോബറിയുടെ സോഴ്സ് എന്താ? അവർ എത്ര റോബറി നടത്തി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ മറ്റെന്തെങ്കിലും ഉണ്ടോ? ആ രീതിയിൽ ഒന്നും അന്വേഷണം പോയിട്ടില്ല. ഈ എന്താ പറയുക, റിപ്പോർട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാറിനെ കുറിച്ച് പറയുന്നുണ്ട്, മാരുതി എർട്ടിക. അതിന്റെ എന്താ പറയുക, സീക്രട്ട് കമ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിൽ എവിടെയെങ്കിലും താങ്കൾ ഒരു ഫോറൻസിക്സിന്റെ ഒരു അന്വേഷണം നടന്നതായിട്ട് കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ട് അവിടെ ഞാൻ ഇടപെട്ടാൽ മിഥുൻ ദേഷ്യം വരരുത്. ഇപ്പോൾ മിഥുൻ പറഞ്ഞ വാദം പക്ഷേ സെൽഫ് ഗോൾ ആയി പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ധർമ്മരാജൻ പരാതി കൊടുക്കുന്നു. സ്വാഭാവികമായും ആ പണവുമായി ബന്ധപ്പെട്ട് നോക്കൂ, 25 ലക്ഷം രൂപയുടെ പരാതിയാണ് കൊടുക്കുന്നത്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മിഥുൻ ധർമ്മരാജനെ കുറിച്ച് ചോദിച്ചല്ലോ. ആ കേസിൽ ധർമ്മരാജൻ പരാതിക്കാരനാണ്, പ്രതി പോലുമല്ല. ധർമ്മരാജനെ ആ കേസിൽ പ്രതി ചേർക്കാനാകില്ല, കാരണം പരാതിക്കാരനാണ്. അപ്പോൾ അങ്ങനെ ആ പരാതിക്കാരനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഈ നിലയിൽ. നോക്കൂ, കവർച്ച നടന്ന ഏപ്രിൽ 3-നും തലേന്നുമായി സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണനെ ഫോണിൽ വിളിച്ചത് 11 തവണ. ഡ്രൈവറെയും PA നിരവധി തവണ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, അതെന്തും ആയിക്കോട്ടെ. ഓക്കെ, ഒരു മിനിറ്റ്, അതെന്തും ആയിക്കോട്ടെ. ശരി, അതെ മിഥുൻ, ഒരു മിനിറ്റ്, ഞാനൊന്ന് പറയട്ടെ മിഥുൻ, ഞാൻ പറയട്ടെ. വാദം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ താങ്കൾ? അതെ, ഞാനത് പറയട്ടെ മിഥുൻ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഒറ്റ മിനിറ്റ്. അല്ല, അപ്പോൾ അങ്ങനെ ഈ ധർമ്മരാജൻ പരാതി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ധർമ്മരാജൻ കൊടുത്ത പരാതിയുടെ അപ്പുറമുള്ള പണം അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ധർമ്മരാജന്റെ മൊഴി, പണം ഇഡിയാണോ അന്വേഷിക്കേണ്ടത്? അത് ഇഡിയാണോ അന്വേഷിക്കേണ്ടത്? ഇവിടെ കള്ളപ്പണം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഹൈവേ റോബറി നടന്നു. ഹൈവേ റോബേഴ്സുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് ഈ രാജ്യത്ത് ഇഡിയാണോ? എന്റെ പൊന്നു മിഥുനെ, ഇവിടെ ഈ റോബറിയുമായി ബന്ധപ്പെട്ട് പണം വന്ന സോഴ്സ് അന്വേഷണ സംഘം കണ്ടെത്തുന്നു. ആ പണം എവിടേക്ക് പോയി എന്ന് കണ്ടെത്തുന്നു. ആ പണത്തിന് കൂടാതെ, അതായത് 25 ലക്ഷം രൂപയിൽ അധികമായി കണ്ടെത്തിയ പണത്തിന് സോഴ്സ് ഇല്ല എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നു. അത് BJPക്ക് വേണ്ടി കൊടുത്തുവിട്ടതാണ് എന്ന് പരാതിക്കാരൻ തന്നെ മൊഴി നൽകുന്നു. പരാതിക്കാരനുമായി ബന്ധപ്പെട്ട് അയാളുടെ മൊഴി സാധൂകരിക്കാനുള്ള ഫോൺ റെക്കോർഡുകൾ അടക്കം അന്വേഷണ സംഘം കണ്ടെത്തുന്നു. ഈ പറഞ്ഞ തരത്തിൽ ലഹർ സിംഗിന്റെ അടക്കം പങ്ക് കണ്ടെത്തുന്നു. അവിടെയാണ് ഇതിലൊരു കള്ളപ്പണ ഇടപാടുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നത്. ലഹർ സിംഗിന്റെ പങ്കൊന്നും കണ്ടെത്തുന്ന സപ്പോർട്ടിംഗ് എവിഡൻസസ് ഒന്നും തന്നെ ഇല്ല. കോൾ ചെയ്തു, അല്ലെങ്കിൽ സുരേന്ദ്രന്റെ മകനെ വിളിച്ചു. സുരേന്ദ്രന്റെ മകൻ ഇലക്ഷൻ സമയത്ത് പാർട്ടിയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളായിരിക്കാം. അദ്ദേഹത്തിന് പലരും വിളിക്കേണ്ടി വരും. ഇലക്ഷൻ സാമഗ്രികൾ എത്തിക്കുന്ന ആളുകളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇത് വലിയ CPM-നെ പോലെ വലിയ സംവിധാനങ്ങളുള്ള പാർട്ടിയൊന്നുമല്ല. അവരൊക്കെ വിളിച്ചോട്ടെ. പക്ഷേ ഇതിപ്പോൾ ധർമ്മരാജൻ പൈസ വിളിക്കുന്നത് കെ സുരേന്ദ്രന്റെ മകനെയാണ്. BJP ഓഫീസിൽ പൈസ കൊണ്ടുവന്നത്. അപ്പോൾ ധർമ്മരാജനെ ഇവരോട് ബന്ധവുമില്ലല്ലേ? അല്ല, ധർമ്മരാജൻ സുരേന്ദ്രനെ വിളിച്ച് എന്ത് കാര്യം പറഞ്ഞു എന്ന് എനിക്കും അറിയില്ല, താങ്കൾക്കും അറിയില്ല. പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് അവിടെ ബന്ധപ്പെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ ഒരു പക്ഷെ തോന്നിയ സുരേന്ദ്രനെ വിളിച്ചിട്ടായിരിക്കും. കാരണം അവിടെ പണം, ഈ പറയുന്ന പോലെ പണം നഷ്ടപ്പെട്ടു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഈ പാർട്ടിയുമായിട്ടുള്ള ഇലക്ഷൻ സാമഗ്രികൾ എത്തിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ഏതൊരു നേതാവിനെ വിളിക്കാമെന്ന് തോന്നില്ല. അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുകയാണ് കേട്ടോ. സുരേന്ദ്രനെ എന്തിനു വേണ്ടി ബന്ധപ്പെട്ടു, അതിനെ കുറിച്ചുള്ള വലിയ സ്ക്രിപ്റ്റ് ഒന്നും എഴുതാനുള്ള കഴിവ് എനിക്കില്ല. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കട്ടെ. ഇവിടെ അസിത്തെ, ഈ കേസുമായി ബന്ധപ്പെട്ടത് ഡെക്കോയിറ്റി കേസാണ്, കോൺസ്പിറസി കേസാണ്, സ്റ്റോളൻ പ്രോപ്പർട്ടി കേസാണ്. ഇത് ആരാ അന്വേഷിക്കേണ്ടത്? ഇഡിയാണോ അന്വേഷിക്കേണ്ടത്? കേരള പോലീസിന് അന്വേഷിച്ചിട്ട് ഇതിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു എവിഡൻസും ഇല്ല. സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ഇതിൽ കാണിക്കാനില്ല. ഇതിലാകെ കുറച്ച് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ, കൺഫെഷൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഇഡിക്ക് അയച്ചു കൊടുത്തിട്ട് വരൂ ഇവിടെ വന്നിട്ട് അന്വേഷിക്കൂ എന്ന് പറഞ്ഞാൽ ഇഡി ഒന്ന് അന്വേഷിക്കണോ?
ഇവിടെ സപ്പോർട്ടിങ് എവിഡൻസ് ആയി കൊടുക്കാൻ ഒന്നുമില്ലാതെ കുറച്ച് ഇതുമായി ഈ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ എന്താ പറയാ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം എഴുതി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഒരു ഡാക്കോയിറ്റി കേസിനെ നിങ്ങൾക്ക് ഇഡിക്ക് സ്കോപ്പുള്ള ഒരു കേസാക്കി മാറ്റണം. പക്ഷെ നേരെ മറിച്ച് അവിടെ കരുവണ്ണൂർ കേസ് എല്ലാ വിധത്തിലും എല്ലാ സ്കോപ്പുമുള്ള CPM നേതാക്കൾ തന്നെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞിട്ടുള്ള CPMന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള സീനിയർ നേതാക്കളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ കൊടകര കേസുമായി താരതമ്യം ചെയ്തുകൊണ്ട് അതിനെ ലഘൂകരിക്കണം. അതാണ് താങ്കൾ ഈ ചർച്ചയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് കരുവണ്ണൂർ വിഷയമാണ്. കരുവണ്ണൂർ വിഷയത്തിൽ നിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു എവിഡൻസ് പറ. ഞാനിവിടെ കാറിന്റെ കാര്യം ഇഡിക്ക് മണി ട്രാൻസാക്ഷൻസ് ആണ് മാഡം മെയിൻ. അവിടെ ട്രാൻസാക്ഷൻ നടന്നു. ട്രാൻസാക്ഷൻസ് ആണ് അവർക്ക് മുഖ്യം. അല്ലാതെ ഈ പൈസ എവിടെ നിന്ന് കൊണ്ടുവന്നു അല്ലെ ഹൈവേ റോബറി അല്ല ഇഡി അന്വേഷിക്കുക. ഇഡി അന്വേഷിക്കുന്നത് ട്രാൻസാക്ഷൻസ് ആണ്. ആ ട്രാൻസാക്ഷൻസിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇഡിക്ക് ഈ കരുവണ്ണൂർ കേസിൽ വളരെ വ്യക്തമായി അവിടെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല കേസ് ക്ലോസ് ചെയ്ത പോലെ താങ്കൾ കരുവണ്ണൂർ കേസ് ക്ലോസ് ചെയ്തോ? ട്രാൻസാക്ഷൻ നടത്തിയത് അക്കൗണ്ട് വഴിയാണ്. അത് കണ്ടെത്താൻ എളുപ്പമാണ്. സ്വാഭാവികമായും അക്കൗണ്ട് വഴി കടത്തി അല്ലെങ്കിൽ അവിടെയാണ് ഇഡിക്ക് സ്കോപ്പ് ഉള്ളത്. അതെ, തീർച്ചയായും അവിടെയാണ് ഇഡിക്ക് സ്കോപ്പ് ഉള്ളത്. പണത്തിന് അദ്ദേഹത്തിന്റെ സോഴ്സ് കാണിക്കാനായി. അതാണ് അനിൽകുമാർ ആദ്യഘട്ടത്തിൽ വിശദീകരിച്ചത്. പക്ഷേ ഇവിടെ ധർമ്മരാജിന് നഷ്ടപ്പെട്ട പണത്തിന്റെ പോലും പരാതി കൊടുക്കാനാകുന്നില്ല. എന്തുകൊണ്ടാണ്? സോഴ്സ് ഇല്ല, ബ്ലാക്ക് മണിയാണ്. അതിൽ അനിൽകുമാറിന് എന്തോ ഒരു പോയിന്റ് പറയാനുണ്ട് മിഥുൻ, അതുകൂടി ഞാനൊന്ന് എടുക്കാം. ധർമ്മരാജൻ എന്താ പാർട്ടി പ്രവർത്തകനാണോ? അനിൽകുമാർ പറഞ്ഞോളൂ. ധർമ്മരാജൻ RSSകാരനാണ് എന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് ധർമ്മരാജൻ്റെ കാര്യത്തിൽ താല്പര്യമുണ്ട് എന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞ കുമ്മൻ രാജശേഖരനാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? റോബറി ഇന്ന ഹൈവേയിലാണ്, കൊടകരയിലെ റോബറിയാണ് ഹൈവേയിലുണ്ട്. 25 ലക്ഷം രൂപ പോയി. 23 പ്രതികൾ, അവരുടെ നിന്നാണ് 1,46,00,000 കിട്ടിയത്. ബാക്കി സംസ്ഥാനത്തിന് പുറത്താണ് പല പ്രതികളും ഉള്ളത്. ആ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അതിലേക്ക് അന്വേഷണം പോകാനായിട്ടില്ല. 1,46,00,000 രൂപ പിടിച്ചു. ഏതാണ്ട് 2 കോടിയിലേറെ തുകയുടെ കണക്ക് കിട്ടി. ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ 1,46,00,000 രൂപയുടെ ഉറവിടം കണ്ടെത്താൻ ഇഡിക്ക് ബാധ്യതയില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. 2, റോബറിൻ്റെ ഹൈവേ ആണ്, BJPക്ക് ഒരു ബന്ധമില്ല. പക്ഷെ നിങ്ങളെന്തിനാണ് ഗവർണർക്ക് പരാതി കൊടുത്തത്? ഈ 2 ചോദ്യത്തിന് ഉത്തരം പറയണം. ബാക്കി ഒരു ചോദ്യത്തിന് ഉത്തരം പറയണ്ട. ഉത്തരം ഉണ്ടേ പറയുക. മിഥുൻ ചെറിയ ചുരുങ്ങിയ വാക്കുകൾ. എനിക്ക് ശ്രീ M ജയചന്ദ്രന്റെ അടുത്ത് ഒന്നും കൂടി പോകണം. അല്ല, എനിക്ക് അത് വീണ്ടും റീലോഗിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു നിങ്ങളുടെ ടീം. അപ്പൊ എന്താ ചോദ്യം കേട്ടില്ല, ഒന്ന് ചുരുക്കി പറയാമോ? അദ്ദേഹം ആദ്യം ചോദിച്ച അതേ 2 കാര്യം തന്നെയാണ് മിഥുൻ. ഒന്ന്, ഈ റോബറിയുമായി ബന്ധപ്പെടുത്തിയാണ്. ചോദ്യം ഇത്രേ ഉള്ളൂ. പറഞ്ഞോളൂ. റോബറിയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പറയും. പറഞ്ഞോളൂ ശ്രീ അനിൽകുമാർ. 1,46,00,000 രൂപ കോടതിയിലുണ്ട്. 1,46,00,000 രൂപ കേരള പോലീസ് കണ്ടെത്തി കോടതി ഹാജരാക്കി. അതിന്റെ ഉറവിടം എന്താണെന്ന് പരിശോധിക്കാൻ ഇഡിക്ക് ബാധ്യതയുണ്ടോ? ചോദ്യം 1. ഇല്ല. രണ്ടാമത്തെ ചോദ്യം, റോബറിന്റെ ഹൈവേ ആണ്, BJPക്ക് ബന്ധമില്ലാത്തൊരു കാര്യമാണെങ്കിൽ പറയട്ടെ നടുറോഡിൽ തിരിച്ചു പിടിക്കപ്പെട്ട പണം 1,46,00,000 കിട്ടി. പറയട്ടെ സാർ, ഒന്ന് ചോദിക്കും. ആ തുകയുടെ ഉറവിടം കണ്ടെത്താൻ ഇഡിക്ക് ബാധ്യതയുണ്ടോന്ന് എന്റെ ചോദ്യം. നമ്പർ 2 എന്ത് പരാതിയാണ് നിങ്ങൾ ഗവർണർക്ക് കൈമാറിയത്? ഗവർണറുടെ മുമ്പിലുള്ള പരാതി എന്താ നിങ്ങൾക്ക്? BJP ഗവർണറുടെ മുന്നിലേക്ക് പോയത് എന്തിന്? ഇതാ 2 ചോദ്യം ഉള്ളത്. താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ തരാം. ഹൈവേ റോബറിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ 3 കോടി റിക്കവർ ചെയ്ത് കഴിഞ്ഞ് 3 കോടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ 1.55 crores ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1.4 താങ്കൾ പറഞ്ഞത് 1.55 1,55,00,000 അതിൽ റിക്കവർ ചെയ്തത്. അതിൽ 56 ലക്ഷം അവർ ചെലവാക്കിയെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. അപ്പം ഈ ഹൈവേ റോബറിയുമായി ബന്ധപ്പെട്ട കേസ് ഇഡി ആണോ അന്വേഷിക്കേണ്ടത്? ഈ നാട്ടില് ഹൈവേ റോബറിയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത്, ഡെക്കോയിറ്റുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് സ്റ്റേറ്റ് പോലീസാണ്. സ്റ്റേറ്റ് പോലീസിന് അതിൽ മണി ലോണ്ടറിംഗിന്റെ സ്കോപ്പ് ഉണ്ടോ എന്ന് ലിങ്ക് ചെയ്യുന്ന ഒരു കാര്യം അല്ലല്ല. മണി ലോണ്ടറിംഗുമായി അറിയാനുള്ള ബാധ്യതയുണ്ടോ? ഇഡിക്ക് അങ്ങനെ ഉറവിടം ഡെക്കോയിറ്റി കേസ് നടന്നാൽ അത് ഇഡി അല്ല അന്വേഷിക്കുക, അത് സ്റ്റേറ്റ് പോലീസ് കേൾക്കൂ. അതിൽ മണി ലോണ്ടറിംഗിന്റെ ആസ്പെക്ട് ഉണ്ട്. സ്റ്റേറ്റ് പോലീസിന് തെളിയിക്കാൻ സാധിച്ചാൽ ഇഡി അന്വേഷിക്കും.
ഇഡി തീർച്ചയായും അന്വേഷിക്കും. പക്ഷെ ആ സ്കോപ്പ് അവിടെ ഇല്ല എന്നാണ് ഞാൻ ഇത്രയും നേരമായിട്ട് മനസ്സിലാക്കുന്നത്. കാരണം അതിൽ ഇഡിക്ക് അന്വേഷിക്കാനുള്ള സ്കോപ്പ് ഇതുവരെ കേരള പോലീസിന്റെ അന്വേഷണം വളരെ വീക്കാണ്. ഇൻഡിപെൻഡന്റ് ആയ വിറ്റ്നസ് പോലും അതിലില്ല. അതിൽ ഈ പറയുന്ന ഫോറൻസിക്സിന്റെ പോലും ഒരു റെഫറൻസ് ഇല്ലാതെ കുറച്ച് വിറ്റ്നസിന്റെ അല്ലെങ്കിൽ കുറച്ച് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് അവരന്വേഷിച്ച കാര്യത്തിൽ കുറെ കൺഫെഷൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് സാർ അത്. അതിൽ മണി ലോണ്ടറിംഗിന്റെ ആസ്പെക്ട് ഉണ്ടോ? താങ്കൾ ഈ പറയുന്ന പണത്തിന്റെ തുകയുണ്ടല്ലോ, ആ തുകയ്ക്ക് മണി ലോണ്ടറിംഗിന്റെ ആസ്പെക്ട് ഉണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു ഡെക്കോയിറ്റി കേസ് ആണെങ്കിൽ പോലീസ് അന്വേഷിക്കണം, പോലീസിന്റെ റിപ്പോർട്ടിൽ അത് വരണം. അല്ലാതെ ഇഡി നേരിട്ട് ചാടി വന്ന് അന്വേഷിക്കലല്ല. താങ്കളുടെ കരുവന്നൂർ കേസ് അങ്ങനെയല്ല. കരുവന്നൂർ കേസിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണി ലോണ്ടറിംഗിന്റെ ആസ്പെക്ട് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇഡി ആ കേസ് അന്വേഷിക്കുന്നത്. ഇഡി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പൊന്തി വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ആരാ പുറത്തേക്ക് കൊണ്ടുവരുന്നത്? CPM-ന്റെ മെമ്പേഴ്സ് ആണ്. ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചല്ലോ, താങ്കളുടെ ആദ്യത്തെ റൗണ്ടിൽ താങ്കൾ തന്നെ പറഞ്ഞ കാര്യമുണ്ടല്ലോ. അല്ല, ഇതിൽ താങ്കൾ തട്ടിപ്പ് നടത്തി, ഇതിൽ CPM തട്ടിപ്പ് അംഗീകരിക്കുന്നില്ലേ? അങ്ങനെ മര്യാദകൾ കാണിക്കും. അങ്ങനെയല്ല ശ്രീ അനിൽകുമാർ, പറയുന്നത് എന്റെ റൗണ്ടിൽ അല്ല അങ്ങനെയല്ല ശ്രീ അനിൽകുമാർ, ഒരു മിനിറ്റ് ശ്രീ അനിൽകുമാർ, ഞാൻ ചോദിച്ചോദ്യ ഒരു മര്യാദകൾ അനിൽകുമാർ താങ്കൾ ചോദിച്ച കാര്യത്തിനാണ് മിഥുൻ മറുപടി പറഞ്ഞത്. അല്ല മിഥുൻ ഒരു മിനിറ്റ്, അല്ല മിഥുൻ ഒരു മിനിറ്റ് ഞാനതിന് വ്യക്തമായ ഒരു മറുപടി കൊടുത്തു. മര്യാദ താങ്കൾ ചോദ്യം ചോദിച്ചു, എന്റെ സമയം അതിക്രമിച്ചുകൊണ്ട് താങ്കൾ ചോദ്യം ചോദിച്ചു. ഞാനതിന് വ്യക്തമായ മറുപടി ശ്രീ അനിൽകുമാർ, താങ്കൾ ചോദിച്ച കാര്യത്തിനാണ്, താങ്കൾ ചോദിച്ച കാര്യത്തിന് മിഥുൻ പറയുന്നത് അങ്ങനെ ഇഡിക്ക് വരാനുള്ള സ്കോപ്പ് അവിടെ ഇല്ല എന്നുള്ളതാണ് അതിൽ മിഥുന്റെ മറുപടി. ശ്രീ അനിൽകുമാർ, അതാണ് മിഥുൻ അതിൽ പറഞ്ഞു വെക്കുന്നത്. ഇഡിക്ക് വരാനുള്ള സ്കോപ്പ് ഇല്ല. അല്ലല്ല ഇഡിക്ക് വരാനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഏത് നിയമമാണ്? PMLA ആക്ട്. ആ ആക്ടിൽ എന്താ പറയണത്? നിങ്ങൾ ഒരാളുടെ കൈവശത്തിൽ കണക്കില്ലാത്ത പണം വന്നാൽ ഇഡി അന്വേഷിക്കണം. ഇനി മാപ്പുസാക്ഷിയുടെ തെളിവ് എടുക്കത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. കേജ്രിവാളിനെതിരെ ഏത് സാക്ഷിയാണ് ഉണ്ടായിരുന്നത്? കേജ്രിവാളിനെതിരെ ആദ്യം മൊഴി കൊടുത്തോ? ഇല്ല. രണ്ടാമത് മൊഴി കൊടുത്തോ? ഇല്ല. മൂന്നാം തവണ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച അയാളെ വിടുതൽ ചെയ്ത് കഴിഞ്ഞപ്പം അയാളുടെ മാപ്പുസാക്ഷിയാക്കിയ മൊഴി വാങ്ങിച്ചു. മാപ്പുസാക്ഷിയുടെ മൊഴി വാങ്ങിച്ച് ഇന്ത്യ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിയെ ജയിലിലടച്ച ഏറ്റവും വൃത്തികെട്ട ഭരണമാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ വൃത്തികെട്ട ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മോദിയുടെ അനുയായികൾ വന്നിട്ട് പറയുകയാണ്, 1,46,00,000 രൂപ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഉടമസ്ഥനായ ധർമ്മരാജൻ, ആ ധർമ്മരാജൻ കള്ളപ്പണമാണ് എന്ന് മൊഴി കൊടുത്തു. ധർമ്മരാജൻ കള്ളപ്പണമാണെന്ന് മൊഴി കൊടുത്താൽ എന്താ അതിനർത്ഥം? എന്താണ്? ധർമ്മരാജൻ പറയാണ്, 41.5 കോടി രൂപയുടെ കള്ളപ്പണം ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്, എനിക്ക് ലഗർ സിംഗിൽ നിന്ന് കിട്ടിയതാണ്. അത് കേട്ടറിവല്ല, വേറൊരാളല്ല. നിങ്ങളൊരു ചർച്ച വന്നിട്ട്, കൈരളി ചർച്ച വന്നിട്ട് ഇല്ലാത്ത കാര്യം പറയരുത്. അതാ മര്യാദ കടന്ന് പറഞ്ഞാൽ. ധർമ്മരാജൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ധർമ്മരാജൻ്റെ വീഡിയോ റെക്കോർഡുണ്ട്. ഞാൻ 41.5 കോടി രൂപയുടെ കള്ളപ്പണമായിട്ട് വന്നവനാണ്, അതിന് 3.5 കോടി കൊണ്ടുവന്നപ്പോൾ എന്നെ പിടിച്ചു പറിച്ചു. വീഡിയോ റെക്കോർഡിംഗ് ആണ്, അയാളുടെ ഒപ്പിട്ട മൊഴിയാണ്. ഈ മൊഴി കോടതി കൊടുത്താൽ ധർമ്മരാജൻ്റെ മൊഴി ഇഡിക്ക് വേണ്ടേ? ആസ്പെക്റ്റ് ഇല്ല. എന്താ പോലീസ് അതിലേക്ക് പോയിട്ടില്ല? നിങ്ങളൊക്കെ ഏത് കേസ് വെച്ച വർത്താനം പറയണത്? ചാനൽ ചർച്ച വന്നിട്ട് ആരെങ്കിലും വാട്സാപ്പിൽ പറയുന്നത് വർത്താനം പറയണത്? നിയമപ്രകാരം വർത്താനം പറയൂ. ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളോട്. ധർമ്മരാജന്റെ മൊഴി വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ധർമ്മരാജന്റെ മൊഴി വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ധർമ്മരാജന്റെ മൊഴി വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ധർമ്മരാജന്റെ മൊഴി വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ പരാതിക്കാരനായ ധർമ്മരാജന്റെ മൊഴി വായിച്ചോ? മിസ്റ്റർ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ. നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ. പരാതിക്കാരനായ ധർമ്മരാജന്റെ മൊഴി വായിച്ചോ? പരാതിക്കാരന്റെ ധർമ്മരാജന്റെ മൊഴി വായിച്ചോ? പരാതിക്കാരനായ ധർമ്മരാജന്റെ മൊഴി. അല്ല മിഥുൻ, ശരി ഞാൻ ഇടപെടുകയാണ് മിഥുൻ. ഇവിടെ ധർമ്മരാജന്റെ പരാതി, അദ്ദേഹത്തിന്റെ പണം 25 ലക്ഷം രൂപ കളഞ്ഞുപോയി എന്നത് ആയിരുന്നെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതൊന്നുമല്ല എന്ന് കണ്ടെത്തുന്നു. മറ്റുള്ള കാര്യങ്ങളിൽ ഇവിടെ അനിൽകുമാറിന് വായിച്ചൊന്നേ പറഞ്ഞു അനിൽകുമാർ പറഞ്ഞു പോകുന്നല്ല. ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്.
ഇതില് രജിസ്റ്റർ ചെയ്യപ്പെട്ട വകുപ്പുകളായിരുന്നു. ശരി 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 ഇല്ല ഒരു മിനിറ്റ് സുനിൽകുമാർ തുടരുക ഞാൻ കൃത്യമായിട്ട് പറയുന്നു. അതെ 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 അത് ക്ലിയർ ആണ് താങ്കൾ പറഞ്ഞത് ക്ലിയർ ആണ്. കൃത്യമായിട്ട് പറയുന്നു. യെസ് യെസ് എനിക്ക് ഞാൻ 1000 തവണ ഞാൻ വെല്ലുവിളിച്ചു. എന്താ ചോദിച്ചെന്നറിയാമോ? ഒന്ന്, ധർമ്മരാജൻ പരാതിക്കാരൻ. മറുപടിയില്ല. ശരി 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 ഞാൻ അതിന് ഇടപെടുകയാണ്. നിങ്ങൾ മിസ്റ്റർ കേൾക്കൂ, മിസ്റ്റർ കേൾക്കൂ, നിങ്ങൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മിസ്റ്റർ കേൾക്കൂ, നിങ്ങൾ വകുപ്പുകൾ ഏതാണ് അതൊന്നും അദ്ദേഹം പറയുമോ? അത് പറയാൻ ധൈര്യം ഉണ്ടോ? അന്ന് പറയാൻ ഇതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വകുപ്പുകൾ എന്ത് വകുപ്പാണ്? ധർമ്മരാജന്റെ മൊഴി കേസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വകുപ്പുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞത്? വിഡ്ഢിതരമെന്ന് അല്ല ഒന്ന് പറഞ്ഞേ. അല്ല താങ്കൾ വലിയ വാദം വയ്ക്കുന്നുണ്ടോ ഇവിടെ? താങ്കൾ ഒന്ന് പറ, ഇതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വകുപ്പുകൾ ഏതായിരുന്നു? കേരള പോലീസ് ഇതിൽ ചേർത്ത വകുപ്പുകൾ ഏതൊക്കെയായിരുന്നു ഒന്ന് പറയൂ സാർ. താങ്കൾ ഇവിടെ ചോദ്യം ചോദിച്ച് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. ഓക്കെ 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 ശ്രീ പറഞ്ഞോളൂ അനിൽകുമാർ എന്തെങ്കിലും മനസ്സിലാക്കൂ. നമ്മൾ ചർച്ച പങ്കെടുക്കുമ്പോൾ സംസാരിക്കുന്ന ഏത് കാര്യമാണ് താങ്കൾ മനസ്സിലാക്കൂ. അത് താങ്കൾ കൃത്യമായിട്ട് പറയുന്നത്. ഇവിടെ എന്റെ സമയത്ത് താങ്കൾ ഞാൻ ചോദിച്ച താങ്കൾ ഉത്തരവില്ല. ശരി ശരി ശ്രീ അനിൽകുമാർ താങ്കൾ പറഞ്ഞതും സമയത്ത് ഇടപെടരുത്. അല്ല ശ്രീ അനിൽകുമാർ അത് ക്ലിയർ ആണ്. ഞാൻ തുടരൂ ഞാൻ ജയചന്ദ്രനിലേക്ക് ഒന്ന് പോകട്ടെ. കുറച്ചധികം സമയമായി അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുകയാണ്. അല്ല അങ്ങനെയല്ല ഒരു മിനിറ്റ് രണ്ടുപേരും ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കൂ. അല്ലല്ല ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ അതുകൊണ്ട് ഒരാള് വന്നിട്ട് പച്ചക്കള്ളം പറഞ്ഞിട്ട് ആ കരുവന്നൂരോട് പറയാം ആദ്യം കള്ളം പറഞ്ഞത് രണ്ടുപേരും ആ വിഷയത്തിൽ രണ്ടുപേർക്കും വിയോജിപ്പുകൾ പറഞ്ഞല്ലോ. ഒരു മിനിറ്റ് അതിൽ ചോദിക്കുന്നത് രജിസ്റ്റർ ചെയ്ത കേസ് ഏതാണെന്നുള്ളതാണ് പ്രശ്നമല്ല. ഒരു കേസിന്റെ 120B അത് ED ആണോ അന്വേഷിക്കേണ്ടത്? 395 ED ആണോ അന്വേഷിക്കുക? 412 ED ആണോ അന്വേഷിക്കുക? അനിൽകുമാർ എന്ത് മണ്ടത്തര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മിഥുൻ ആ കേസ് അന്വേഷിച്ചപ്പോൾ ആ കേസ് അന്വേഷിക്കുന്നു അതിൽ രജിസ്റ്റർ ചെയ്തതിനപ്പുറം മറ്റു ചിലതുണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ടല്ലേ മിഥുൻ ആ കേസിൽ ED വരണമെന്ന് ക്രൈംബ്രാഞ്ച് കത്തെഴുതുന്നത് മിഥുൻ? അല്ലാതെ വെറുതെ ഈ പറഞ്ഞതുപോലെ ഹൈവേയിൽ നഷ്ടപ്പെട്ട പണത്തിന്റെ പേരിൽ ED അന്വേഷിക്കണമെന്നുള്ളതല്ല മിഥുൻ അതിലെ ആവശ്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ എം ജയചന്ദ്രൻ നോക്കൂ, അതാണ് അതിലെ വിഷയം. അങ്ങനെ സ്റ്റേറ്റ് പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിനപ്പുറം അതിൽ ചിലതുണ്ട്, അവിടെ ഈ മണി ലോണ്ടറിംഗിന്റെ പരിധിയിൽ വരുന്ന ചിലത് ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് EDയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കത്തയക്കുന്നത്. ആ പോയിന്റിൽ എന്താണ് തർക്കം ഉണ്ടാകേണ്ടത് ശ്രീ എം ജയചന്ദ്രൻ? അസിത, ഇത് വളരെ മോശമായി പോയി ഈ ചർച്ചയുടെ ഫോക്കസ് ഇങ്ങനെ പോകുന്നത്. കാരണം BJP പ്രതിനിധി എന്താണോ ആഗ്രഹിച്ചത്, BJP പ്രതിനിധി ആഗ്രഹിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. ഹൈക്കോടതിയുടെ ഇന്ന് വളരെ അടിസ്ഥാനപരവും സവിശേഷവുമായിട്ടുള്ള കരുവന്നൂർ കേസിൻ്റെ ജാമ്യ ഹർജി വിധി അതിവിടെ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക, അതായിരുന്നു ആവശ്യം. അതിൽ ദൗർഭാഗ്യവശാൽ പിന്നെ ആ കാര്യമാണ് ഇവിടെ നടന്നത്. അതിനുവേണ്ടി കരുവന്നൂർ കേസ് ഇടക്കിക്കൊണ്ടിരിക്കുക. എന്ത് നോൺസെൻസാണ് പറയുന്നത്? കരുവന്നൂർ കേസ് ED അന്വേഷിക്കണമെന്ന് പറഞ്ഞ് 2021 നവംബർ 22-ന് കേരള പോലീസാണ് EDക്ക് കത്തയച്ചത്. അത് കിടക്കുകയാണ്. അതിന് അന്തസ്സുണ്ടെങ്കിൽ മറുപടി പറയണം EDക്ക് അന്തസ്. ഹൈക്കോടതിയിൽ എന്താ പോയി മോങ്ങിയത്? ഹൈക്കോടതിയിൽ പോയി മോങ്ങിയല്ലോ, ഞങ്ങൾ അന്വേഷിച്ചുകൊള്ളാം, തുടർന്ന് അന്വേഷിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് മോങ്ങിയത് ഇതേ ED ഉദ്യോഗസ്ഥന്മാരാണ്. നിങ്ങൾക്ക് മര്യാദ ഉണ്ടെങ്കിൽ മിസ്റ്റർ മിഥുൻ നിങ്ങൾ മിണ്ടാതിരിക്കണം, അതല്ല ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളുടെ സമയത്തൊന്നും വർത്തമാനം പറയാൻ വന്നില്ലല്ലോ. എനിക്ക് വർത്തമാനം പറയാൻ അറിയാമെങ്കിൽ നാക്ക് തുറന്നിട്ടുമല്ല. അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ മര്യാദഘട്ട പണി ഈ ചർച്ച വന്നിട്ട് കാണിക്കരുത്. നിങ്ങളെക്കാളും നന്നായിട്ട് മര്യാദയോടെ കാണിക്കാൻ അറിയാൻ വയ്യാത്ത ആളൊന്നുമല്ല, അങ്ങനെ വിചാരിക്കുകയും വേണ്ട. നിങ്ങൾ എന്ത് യോഗ്യതയാണുള്ളത് ഇത്തരം ചർച്ച വന്ന് ഇങ്ങനെ വാചകടിക്കാനായിട്ട്? മര്യാദ വേണമെന്ന് നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോകണമെന്ന്, അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഇതെല്ലാം കൂടെ ഹൈജാക്ക് ചെയ്യാൻ നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഒരു ചർച്ച ഹൈജാക്ക് ചെയ്യാൻ നിങ്ങൾ ആരാണ് മിസ്റ്റർ ഇവിടെ വന്നിരിക്കാൻ? ഇല്ല, എനിക്ക് ഇങ്ങനൊരു മനുഷ്യനോട് ചർച്ച ചെയ്യാൻ താല്പര്യമേ ഇല്ല. ഞാൻ നിർത്തുന്നു ചർച്ച. ഒരു താല്പര്യമില്ല. ഇത്തരത്തിലുള്ള വൈതാളികരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അസിത.
ഇത് ഈ അല്ല ലിസ്റ്റ് സാർ, അല്ല ആരാണ് സാർ, അല്ല സാർ, ഇയാൾ ആരാണെന്ന് എനിക്കെന്താണ്? അല്ല മിഥുൻ ഞാൻ പറഞ്ഞതിലെ അസത മിഥുൻ എന്നോടാണ് പറഞ്ഞതിലെ ചോദ്യം പ്രശ്നം ചോദിച്ചത്. കേൾക്കുന്നവർക്ക് ഞാൻ സ്വാഭാവികമായും മറുപടി പറയുമ്പോ മനസ്സിലാവും. അതിനിടയ്ക്ക് ഒരു നോക്കൂ, വർത്തമാനം ശ്രീ പറയാൻ ജയചന്ദ്രൻ, ഈ താങ്കൾ യോഗ്യൻ കേൾക്കുക. ആരാണെന്നേ? മിഥുൻ പറഞ്ഞ പോയിന്റും അതിന് ശ്രീ അനിൽകുമാർ പറഞ്ഞ മറുപടിയും ആ 2 പോയിന്റുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ തന്നെ അതിൽ ബിജെപിയുടെ വെർഷൻ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആളുകൾക്ക് മനസ്സിലാകും എന്നാണ് സാർ ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ അവസാനമായി അങ്ങിൽ നിന്ന് അറിയാൻ ശ്രമിക്കുന്നത് ആ കേസിൽ ഇഡിക്ക് ഒരു റോളും ഇല്ല എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് എന്നുള്ളതാണ് ശ്രീ എം ജയചന്ദ്രൻ സാർ. ഞാനതാണ് ചോദിച്ചത്. ഇ ഡി ഹൈക്കോടതി പോയി എന്തിനാണ് മോങ്ങിയത്, എന്തിനാണ് ഞരങ്ങിയത്? ഞങ്ങളിത് അന്വേഷിച്ചോളാമേ എന്ന് പറഞ്ഞ് അവിടെ കുറ്റമേറ്റത് എന്തിനാണ്? 2 മാസം 3 മാസമല്ലേ ആയുള്ളൂ കഴിഞ്ഞിട്ട്. അതെന്തിനാണ് ഏറ്റത്? ഈ ബി ജെ പി അത്ര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കീഴിൽ നടക്കുന്ന ഇ ഡിക്കാർ പോയി ഹൈക്കോടതി പോയി പറയണം ഞങ്ങൾ അന്വേഷിച്ചോളാമേ എന്ന് പറഞ്ഞ് ഏക്കേണ്ട കാര്യമുണ്ടോ ഹൈക്കോടതിയിൽ? അപ്പോൾ ഹൈക്കോടതിയിൽ ചെന്നാൽ നല്ല തല്ല് കിട്ടും എന്ന് ഈ കൊടകര കുഴൽപ്പണ കേസിൽ മനസ്സിലായി. ഇന്ന് കരുവന്നൂർ കേസിൽ ഹൈക്കോടതി നല്ല തല്ല് കൊടുക്കുകയും ചെയ്തു. ഇനി അത് വരാനിരിക്കുന്നേ ഉള്ളൂ. കരുവന്നൂർ കേസിലല്ല, മറ്റേ ഈ കുഴൽപ്പണ കേസിൽ. അതറിയാവുന്നവരാണ് ഇവരൊക്കെ തന്നെ. അതിന് ചർച്ചയിൽ വന്നിരുന്ന് അനാവശ്യമായ വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുക, എന്നിട്ട് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുക ചർച്ചയെ. ഇതാണ് ഇവരുടെ ആസൂത്രിതമായ പരിപാടിയാണിത്. ഇതാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അസദ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഈ ബി ജെ പി പ്രതിനിധിയായിരിക്കുന്ന മിഥുൻ എന്തിനാണ് കയറി ഇടപെടുന്നത്? ഞാൻ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും വാദങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ വന്നോ? ഇടയ്ക്ക് കയറാൻ ഞാൻ വന്നോ? ഇല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരക്കാരുള്ള ചർച്ചയ്ക്ക് എൻ്റെ ദയവായി അസദ വിളിക്കാതിരിക്കുക. അതെനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. ശരി സാർ, ശരി, ഓക്കെ. അതൊരു തർക്കത്തിലേക്ക് പോയതുകൊണ്ടാണ് ഞാൻ ആ ഘട്ടത്തിൽ അങ്ങേലേക്ക് വരാതിരുന്നത്. അങ്ങേർക്ക് എനിക്കറിയാം, അത് അങ്ങ് ദയവായി ക്ഷമിക്കുക ചെയ്യുക. അദ്ദേഹത്തിന്റെ മിഥുൻ ആ വിയോജിപ്പ് പറഞ്ഞതായിരിക്കും ഒരു പക്ഷേ. ശ്രീ അനിൽകുമാർ നോക്കൂ, അവസാനത്തെ ഒറ്റ പോയിന്റ് കൂടി. വീണ്ടും നമ്മൾ കരുവന്നൂരിലേക്ക് വരുമ്പോൾ, കരുവന്നൂരിൽ ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ CPIM-നെ അതിലേക്ക് ബന്ധപ്പെടുത്താനായിരുന്നു അരവിന്ദ് അക്ഷനിലൂടെ ശ്രമിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ കോടതി അതിനെ പൂർണ്ണമായും തള്ളുകയാണ്. എന്താകും ഈ വിഷയത്തിൽ ഇനിയുള്ള ഭാവി? അല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ 2020 ജൂൺ മാസം 30 മുതൽ തുടങ്ങിയ പണിയാണല്ലോ. സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ BJPയുടെ നേതാവ് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്നും സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ബാഗ് വിട്ടുകിട്ടാൻ വിളിച്ചു എന്നത് മുതൽ ഈന്തപ്പഴത്തിൻ്റെ മറവിലെ കടത്ത്, ബിരിയാണി ചെമ്പിൻ്റെ മറവിലെ കടത്ത്, ഖുറാൻ്റെ മറവിലെ സ്വർണ്ണക്കടത്ത് തുടങ്ങി എത്ര കെട്ടുകഥയായി, എത്ര നുണകൾ. ആ നുണകളിൽ ഇടതുപക്ഷത്തിനെതിരെ കെട്ടിച്ചമച്ച ഏറ്റവും വലിയ നുണയാണ് ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ടുള്ളത്. യഥാർത്ഥ കാര്യം, കരുവന്നൂർ കേസിനകത്തെ കുറ്റവാളികളുടെ പേരിൽ കേരള പോലീസ് 30ഓളം കേസുകൾ എടുത്തു. ആ 30ഓളം കേസുകളിൽ പ്രതികളെ ജയിലിലടച്ചു. ആ ജയിലിലടക്കപ്പെട്ട പ്രതികളെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ കയ്യിൽ നിന്നും ED മൊഴി വാങ്ങിച്ചിട്ടാണ് CPM-നെതിരെ അവരെ തിരിച്ചത്, CPM-നും കേരള സർക്കാരിനെതിരെ ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ കരുവന്നൂർ കേസിലെ കുറ്റവാളിക്ക് വേണ്ടിയാണ് ED നിൽക്കുന്നത്. കരുവന്നൂർ കേസിലെ കുറ്റവാളികളായ ആളുകളാണ് CPM-കാരെന്ന് പറഞ്ഞ് ഇവിടെ മൊഴി കൊടുത്തു എന്ന് പറയുന്നത്. അവരെ ജയിലിലടച്ചതിൻ്റെ വിരോധത്തിനുണ്ടാക്കിയ കേസായത്. എന്നിട്ട് AC മൊയ്തീൻ അടക്കമുള്ള പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടാൻ അതൊരു ഭാഗം. മറുഭാഗത്ത് കൊടകരയോ? കൊടകരയുടെ കാര്യത്തിൽ സത്യവിരുദ്ധമായിട്ടല്ലേ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ധർമ്മരാജന് വേണ്ടി എന്തിനാണ് ഗവർണർക്ക് പരാതി കൊടുത്തത്? കൊടകരയിലെ തട്ടിപ്പാണ്. ശരി, അതിന് BJPക്ക് എന്നാ കാര്യം? BJPക്ക് ബന്ധമില്ല. പിന്നെ നിങ്ങളതിന് ഗവർണറുടെ അടുത്ത് പോയി? ഉത്തരവില്ലല്ലോ. 2, 1,46,00,000 രൂപയുടെ സോഴ്സ് എന്നറിയാണ് EDക്ക് ബാധ്യതയില്ലേ? ഉണ്ടോ ഇല്ലയോ? ആ പണത്തെക്കുറിച്ച് എൻ്റെ ചോദ്യം. അന്നേരം കേസിലെ വകുപ്പ് എന്താണ്? ആ ബുദ്ധി കൈവച്ചാൽ മതി. കേസിലെ വകുപ്പൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ പണിക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് BJP നേതാവിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് വേലയും കൊണ്ട് ഇറങ്ങരുത്. നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇത്രേ ഉള്ളൂ. 1,46,00,000 രൂപ കോടതിയിലുണ്ട്. ആ പണത്തിന്റെ ഉറവിടം അറിയാൻ EDക്ക് ബാധ്യതയില്ലേ? നമ്പർ 1. 2, കൊടകരയായിട്ട് ബന്ധമില്ലെങ്കിൽ എന്തിനു വേണ്ടി ധർമ്മരാജനെ പീഡിപ്പിക്കുന്നു എന്ന് ഗവർണറെ കാണാൻ പോയി? നിങ്ങൾ സമരം നടത്തി, നിങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ശരി ശ്രീ അനിൽകുമാർ, ആ ചോദ്യങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. അതിലാണ് ഇന്നിപ്പോൾ അതേസമയം തന്നെ കരുവന്നൂരിന്റെ വിഷയം വരുമ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ ED ആരിലൂടെ CPIM-നെ കൊടുക്കാൻ ശ്രമിച്ചോ അദ്ദേഹത്തിന് ഈ കേസുമായി ഒരു ബന്ധമില്ല എന്നതുകൂടി പറയുന്നത്. വളരെ നന്ദി ശ്രീ അനിൽകുമാർ, മിഥുൻ വിജയകുമാർ, M ജയചന്ദ്രൻ, ന്യൂസ് ആൻഡ് വിസിൽ സഹകരിച്ചതിന്. ഇനി